السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والعاقبة للمتقين ولا عدوان إلا على الظالمين. صلى الله على نبينا محمد وعلى آله وأصحابه وسلم تسليما كثيرا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഇരുത്തവും സമയവിനിയോഗവും സംസാരവുമെല്ലാം പരലോകത്ത് ഉപകരിക്കുന്ന സ്വാലിഹായ അമലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹു പൊരുത്തപ്പെടുന്ന രീതിയിൽ ജീവിതത്തെ ക്രമീകരിക്കുവാനും പടച്ചറപ്പിനെ സന്തോഷത്തോടുകൂടി കണ്ടുമുട്ടുവാനുമുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ റമളാൻ നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു. ഈ സന്ദർഭത്തിൽ എത്രയോ ആളുകൾ കഴിഞ്ഞ റമളാനിലും മറ്റുമൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സഹോദരങ്ങൾ ശാരീരികമായ അവശതകൾ കൊണ്ട് ഹോസ്പിറ്റലുകളിലും വീടുകളിലുമൊക്കെ വിശ്രമിക്കുന്ന, ചികിത്സയിൽ കഴിയുന്ന അവസ്ഥയുണ്ട്. അള്ളാഹു അവരുടെ എല്ലാവരുടെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീക്കി പരിപൂർണമായ ശിഫയും ആഫിയത്തും അവർക്കും നമുക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ ഇതിനകം മരണപ്പെട്ടു പോയ പല ആദർശ ബന്ധുക്കളും സഹോദരങ്ങളുമുണ്ട്. അള്ളാഹു അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഈ സന്ദർഭത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, റമദാൻ നമുക്ക് ആരോഗ്യത്തോടെ, ഈമാനികമായ കരുത്തോടെ സ്വീകരിക്കാൻ കഴിയുമോ എന്നൊരാശങ്കയും ഭയപ്പാടും നമ്മെ ചിന്തിപ്പിക്കേണ്ട സംഗതിയാണ്. പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, അസുഖങ്ങളൊന്നുമില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കുമെങ്കിലും ആയുസ്സിൻ്റെ നീളം എത്രയുണ്ട് എന്ന് നമുക്കാർക്കും പ്രവചിക്കാൻ, പറയാൻ കഴിയുകയില്ല. സത്യത്തിൽ ജീവിതത്തിൽ ഒരു റമദാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയ സൗഭാഗ്യവും നേട്ടവുമാണ്. അത് അറിയണമെങ്കിൽ ഖബറിൽ നമ്മൾ കിടക്കുമ്പോൾ, കർമ്മങ്ങൾക്ക് വേണ്ടി കൊതിക്കുമ്പോൾ, ആ സന്ദർഭത്തിലായിരിക്കും ഓരോരുത്തരും ഒരു റമദാൻ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നത്. ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നൊരു വാചകമുണ്ട്. പരിശുദ്ധ ഖുർആനിലെ 23-ാം അധ്യായം സൂറത്ത് മുഅ്മിനൂനിൻ്റെ 99-100 ആയത്തുകൾ, ആ ആയത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞത്. റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കർമ്മ സമയം ഇവിടെ അവസാനിക്കുന്നു. പരീക്ഷാ ഹാളിലെ ലോങ് ബെല്ല് പോലെ, ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗതു ഖാല റബ്ബി ഇർജിഊൻ, മരണമാസന്നമായി കഴിഞ്ഞാൽ അവരുടെ കൂട്ടത്തിൽ ഓരോരുത്തരും വിളിച്ചു പറയും, പടച്ചവനെ എന്നെ ഒന്ന് പിന്തിപ്പിക്കണമേ, ഒരു കുറച്ച് സമയം കൂടി എനിക്ക് നൽകണമേ. ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു, എങ്കിൽ ഞാൻ വിട്ടുപോയ, ചെയ്യാതിരുന്ന പല കാര്യങ്ങളും ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞ് വിലപിക്കുന്ന, കരയുന്ന രംഗം. ഈ ആയത്ത്
നമ്മൾ നമ്മുടെ ജീവിതവുമായി തട്ടിച്ച് ആലോചിക്കേണ്ട സംഗതിയാണ്. ഈ നിമിഷം നമ്മളങ്ങ് മരിച്ചുപോയി കഴിഞ്ഞാൽ നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ നമ്മളെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് കബറിൽ കൊണ്ടുപോയി വെച്ചാൽ എൻ്റെ കൂടെ എൻ്റെ കബറിൽ എന്തുണ്ട് എന്ന് ഞാനും നിങ്ങളും നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുകയാണെങ്കിൽ, അഥവാ നമ്മൾ ഈ സമയത്ത് മരിക്കുമ്പോൾ പടച്ചറബിനോട് അല്പമൊന്ന് നീട്ടിത്തരാൻ പറയും. സപ്പോസ് നമ്മളൊന്ന് സങ്കല്പിക്കാം, അള്ളാഹു പറയാം, ശരി നിങ്ങൾക്ക് കുറച്ചു നേരം സമയം തന്നിരിക്കുന്നു എന്നു പറഞ്ഞാൽ എന്തൊക്കെയാണ് നമുക്ക് കൂടുതലായി ചെയ്യാനുള്ളത്, എന്തൊക്കെയാണ് നമുക്ക് തിരുത്താനും പടച്ചറബിനോട് പുറക്കലിന് തേടുവാനൊക്കെ ആയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിൽ കൊണ്ടുവന്ന് ചിന്തിക്കുമ്പോൾ എൻ്റെ മുന്നിൽ പരിശുദ്ധ റമദാൻ ആസന്നമായിരിക്കുന്നു. അത് എനിക്ക് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തണം, ഫലപ്രദമാക്കണം എന്ന് ചിന്തിക്കുന്നിടത്താണ് നമുക്ക് വിജയം നേടിയെടുക്കുവാൻ സാധിക്കുക. അപ്പോൾ മരണം ആസന്നമായി കിടക്കുന്ന, മരണത്തെ മുന്നിൽ കാണുന്ന നമ്മളോട് അള്ളാഹു കുറച്ച് സമയം നിങ്ങൾക്ക് നീട്ടി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക എന്ന് നമ്മൾ ഒന്ന് സങ്കല്പിച്ചു നോക്കാം. ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, തല്ലാഹി ലൗ ഖീല ലി അഹ്ലിൽ ഖുബൂർ തമന്നൗ, അല്ലാഹുവാണ് സത്യം, ഖബറിൽ കിടക്കുന്ന ആളുകളോട് അല്ലാഹ് പറയുകയാണ് എന്ന് സങ്കല്പിക്കുക. തമന്നൗ, നിങ്ങൾ ആഗ്രഹിച്ചുകൊള്ളൂ, നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം, ആ ആഗ്രഹം നിങ്ങൾ പറഞ്ഞോളൂ എന്ന് പറഞ്ഞാൽ ലതമന്നൗ യൗമൻ മിൻ റമളാൻ, റമളാനിൽ ഒരു ദിവസം തരൂ പടച്ചവനെ എന്നായിരിക്കും അവർ റബ്ബിനോട് ചോദിക്കുക. കാരണം നമ്മൾ കേട്ടിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ രണ്ട് മനുഷ്യന്മാർ ഒരേ സമയത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന് കലിമ ചൊല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കൂടിയ രണ്ടാളുകൾ. ആ രണ്ടു പേരിൽ ഒരാൾ നല്ല ഉത്സാഹിയും നല്ല പരിശ്രമശാലിയുമാണ്. അദ്ദേഹം അധികം താമസിയാതെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു യുദ്ധത്തിൽ കൊല്ലപ്പെട്ട് ഷഹീദായി മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ കൂടെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന വ്യക്തി ഒരു വർഷം കൂടി കഴിഞ്ഞിട്ടാണ് മരണപ്പെട്ടു പോകുന്നത്, സ്വാഭാവികമായൊരു മരണം. ഈ രണ്ടുപേരെയും ത്വൽഹ റളിയല്ലാഹു അൻഹു ഒരു സ്വപ്നത്തിൽ കണ്ടു. ആദ്യം ഈ കൂട്ടത്തിൽ നമ്മളൊക്കെ ചിന്തിക്കുന്നത് പോലെ പടച്ചറബിൻ്റെ മാർഗത്തിൽ കഠിനാധ്വാനം ചെയ്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിയായ അയാൾ സ്വർഗത്തിൽ കടക്കും എന്ന വിചാരത്തിന് വിരുദ്ധമായി സ്വർഗത്തിൻ്റെ കവാടത്തിങ്കൽ ഇവർ രണ്ടുപേരും എത്തുന്നു. സ്വർഗത്തിൽ നിന്നൊരു മലക്ക് വന്നിട്ട് രണ്ടാമത് മരിച്ച ആൾക്ക് വാതിൽ തുറന്നു കൊടുത്ത് സ്വർഗത്തിലേക്ക് കടത്തിക്കൊണ്ടുപോകും. ഈ സ്വപ്നം കണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം വിശ്വാസികളോട്, സ്വഹാബത്തിനോട് അദ്ദേഹം ഷെയർ ചെയ്യാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വപ്നത്തെ അംഗീകരിച്ചുകൊണ്ടാണ് പറയുന്നത്. സാധാരണ നമ്മുടെയൊക്കെ സ്വപ്നം അതിൻ്റെ ക്രെഡിബിലിറ്റി എത്രത്തോളം എന്ന് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് സത്യമാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ത്വൽഹ റളിയല്ലാഹു അൻഹു കണ്ട സ്വപ്നം സ്വഹാബത്തിനിടയിൽ ചർച്ചയായി. അതെങ്ങനെ ശരിയാവും? അയാളല്ലേ ആവേശത്തോടെ പ്രവർത്തിച്ച, കഠിനാധ്വാനം ചെയ്ത ആൾ. അതുമല്ല, അയാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിയായി ഷഹീദായി മരിച്ചതല്ല, അയാളല്ലേ സ്വർഗത്തിൽ ആദ്യം കടക്കുന്നത്. അങ്ങനെ ഇവർക്ക് വല്ലാത്ത സംശയവും അത്ഭുതവും തോന്നിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മിൻ അയ്യി ഷൈഇൻ തഅജബൂൻ, എന്താ നിങ്ങൾ ഇത്ര അത്ഭുതപ്പെടാൻ? എന്താണ് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ അത്ഭുതപ്പെടുന്നത്? അലൈസ ഹാദാ ഖദ് മകസ ബഅദഹു സന, ആദ്യത്തെ മനുഷ്യൻ മരിച്ചതിന് ശേഷം ഒരു വർഷം കൂടി ഇദ്ദേഹത്തിന് ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചില്ല, ഒരു വർഷം കൂടി അദ്ദേഹത്തിന് കിട്ടിയില്ലേ? വഅദറക റമളാൻ ഫസ്വാമഹു, ആ വർഷത്തിൽ ഒരു റമളാൻ അയാൾക്ക് കിട്ടിയില്ല, അയാൾ നോമ്പ് പിടിക്കുകയും ചെയ്തിട്ടില്ലേ? വസല്ല കദാ വകദാ സജദതൻ ഫിസ്സന, ഒരു വർഷത്തിൽ ഇത്രമാത്രം ഫർളുകൾ അയാൾ നിസ്കരിച്ചിട്ടുണ്ടാകും, ഇത്രമാത്രം സുന്നത്തുകൾ, റവാത്തിബ് സുന്നത്തും അല്ലാത്ത സുന്നത്തുകളും അള്ളാഹു സുജൂദ് ചെയ്തിട്ടില്ലേ? അങ്ങനെയാകുമ്പോൾ
നിങ്ങൾക്ക് സംശയിക്കാൻ അത്ഭുതപ്പെടാനൊന്നുമില്ല. ബൈനഹുമാ അബ്അദ് മാ ബൈനസ് സമാഇ വൽ അർദ്. ആ രണ്ടാളുകൾക്കും തമ്മിൽ ആകാശഭൂമികളുടെ അന്തരമുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദീർഘായുസ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസമെങ്കിലും കൂടുതലായി ബോധത്തോടെ കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖോടുകൂടി ദുനിയാവിലുണ്ടാവുക എന്ന് പറഞ്ഞാൽ വലിയ നേട്ടം തന്നെയാണ്. ഖൈറുൻ നാസി മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവർ ദീർഘായുസ് കിട്ടുകയും കർമ്മങ്ങൾ നന്നാക്കാനുള്ള തൗഫീഖ് കിട്ടുകയും ചെയ്ത ആളുകളാണ്. അപ്പോൾ പരിശുദ്ധ റമദാൻ നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു. ആ റമദാനിനെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തണമെന്നുള്ള മനസ്സോടുകൂടി ഇൻഷാ അല്ലാഹ് ഇന്നതൊക്കെ ചെയ്യണം എന്നൊരു നെയ്യത്ത് നമുക്കുണ്ടെങ്കിൽ അതിൻ്റെ ആദ്യപടി കടക്കാൻ നമുക്ക് സാധിച്ചു. അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അള്ളാഹു അറിയിച്ചതായി, മൻ ഹമ്മ ബിഹസനത്തിൻ, ഒരാളൊരു നല്ല കാര്യം ഉദ്ദേശിച്ചു, അയാൾ ചെയ്തിട്ടില്ല, പക്ഷെ ചെയ്യണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്ലാനും പദ്ധതിയും ഒക്കെ ഒരുക്കുകയും ചെയ്താൽ അള്ളാഹ് ഒരു നന്മയായി പൂർണ്ണമായി തന്നെ രേഖപ്പെടുത്തുമെന്ന്. അത് പിന്നെ പ്രവർത്തിക്കാൻ കൂടി തൗഫീഖ് കിട്ടിയാലോ 1 10 അയാളുടെ ഇഖ്ലാസും ആത്മാർത്ഥതയൊക്കെ അനുസരിച്ച് 10 100 700 ഒക്കെയായി അള്ളാഹു പരിഗണിക്കുമെന്ന്. അപ്പോൾ നമ്മുടെ മുമ്പിൽ പരിശുദ്ധ റമദാൻ ആസന്നമാകുമ്പോൾ അത് വലിയൊരു ഭാഗ്യമായി, അള്ളാഹുവിൻ്റെ ഒരു വലിയ തൗഫീഖായ അനുഗ്രഹമായി നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ റമദാനിനെയും പോലെ ഈ റമദാനും അങ്ങ് കഴിഞ്ഞു പോയാൽ കാര്യമായ ഒരു വ്യത്യാസമില്ലാതെ, പ്രത്യേകിച്ച് എല്ലാ റമദാനിലും ഇങ്ങനെ കഷ്ടി ഏകദേശം ഒരു ഹത്തം അങ്ങോട്ട് കഠിനാധ്വാനം ചെയ്ത് അങ്ങോട്ട് എത്തിക്കലാണ്. ഈ തവണ അതുപോലെ എനിക്ക് 2 പ്രാവശ്യമെങ്കിലും ഓതി തീർക്കണം എന്ന ഒരു നിയ്യത്ത്. അതേപോലെ തന്നെ ഫർദ് നിസ്കാരങ്ങൾ ജമാഅത്ത് പലപ്പോഴും മിസ്സായിട്ടുണ്ട് കഴിഞ്ഞ റമദാനിൽ. ഈ റമദാനിൽ ഇൻഷാ അല്ലാഹ് ഒറ്റ ജമാഅത്തും എനിക്ക് മിസ്സാകരുത്. ഞാൻ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യും. എൻ്റെ യാത്രക്കിടയിൽ, ഓട്ടത്തിനിടയിൽ, ജോലിക്കിടയിൽ അതൊക്കെ ഞാനൊന്ന് പ്ലാൻ ചെയ്യും. ഇങ്ങനെ നമ്മൾ ബോധപൂർവം എൻ്റെ ആയുസ്സിലെ അവസാനത്തെ റമദാനാണ് ഇതെങ്കിൽ എനിക്ക് അതിലൂടെ സമ്പാദിക്കണം പരമാവധി. കാരണം അവസാനത്തെ റമദാനാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മരിക്കാൻ കിടക്കുന്ന വ്യക്തിയോട് നിനക്കെന്താണ് ആഗ്രഹമുള്ളത്, നീ പറഞ്ഞോ, ചെയ്തോ, കുറച്ച് സമയം നിനക്കുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് സമ്പാദിക്കാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ ജനാസയുടെ കൂടെ ഖബർ വരെയും 3 വിഭാഗം, 3 ടീം അയാളുടെ കൂടെ ഉണ്ടാകും. ഒന്ന് അഹ്ലുഹു, അയാളുടെ കുടുംബക്കാരാണ്, ബന്ധുക്കളാണ്, കൂട്ടുകാരാണ്. 2 അയാൾ സമ്പാദിച്ചുണ്ടാക്കിയ സമ്പത്താണ്. വയർജിഉ ഇത്നാനി, ആ 3-ൽ ഈ 2ഉം തിരിച്ചു പോരും. എത്ര തന്നെ ക്ലോസ് ഫ്രണ്ടാണെങ്കിലും കുടുംബത്തിലെ ഏറ്റവും അടുത്ത എന്തുണ്ടെങ്കിലും ഷെയർ ചെയ്യുന്ന ഏറ്റവും ചങ്കായ ആളുകളാണെങ്കിൽ പോലും ഖബറിലേക്ക് ഇറങ്ങിക്കിടക്കാൻ അവർ തയ്യാറാവില്ല, അവരും പോരും. വയബഖ വാഹിദ്, 1 മാത്രമേ കൂടെ ഉണ്ടാവുകയുള്ളൂ. അത് നമ്മുടെ ഈമാനും അമലുസ്വാലിഹാത്തുമാണ്. അപ്പോൾ ആ പരിശുദ്ധ റമദാൻ നമ്മുടെ മുന്നിലേക്ക് ആസന്നമാകുമ്പോൾ പ്ലാൻ ചെയ്ത് ഉപയോഗപ്പെടുത്തണം എന്നുള്ളൊരു ചിന്തയും തീരുമാനവും ഒക്കെ നമുക്കുണ്ടാകണം. അല്ലാതെ അങ്ങ് കഴിഞ്ഞു പോയി റമദാൻ. റമദാനിന് മുമ്പ് എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ. റമദാനിലൂടെ കാര്യമായി ഒന്നും നേടാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്താനി ജിബ്രീൽ, എൻ്റെ അടുക്കൽ ജിബ്രീൽ വന്നു. ഫഖാൽ യാ മുഹമ്മദ്, മൻ അദ്റക റമദാൻ ഫലം യുഗ്ഫർ ലഹു ഫഅബ്അദഹു അല്ലാഹു. പരിശുദ്ധ റമദാൻ സ്വീകരിക്കാൻ അവസരം കിട്ടിയിട്ടും ആ റമദാൻ ഉപയോഗപ്പെടുത്തി പടച്ച റബ്ബിനോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് പാപങ്ങൾ പൊറുക്കാൻ, ആ മഗ്ഫിറത്ത് നേടിയെടുക്കാൻ സാധിക്കാത്ത ആളുകളെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റട്ടെ എന്ന് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞു എന്നാണ്. അപ്പോൾ ആ റമദാൻ നമുക്ക് ഫലപ്പെടണം. ആ റമദാനിൻ്റെ നോമ്പ് എത്രമാത്രം പുണ്യമുള്ളതാണ് എന്ന് നമുക്കറിയാം. ഇസ്ലാം കാര്യത്തിൽ ഒന്നാണ് റമദാനിലെ നോമ്പ്. അതേപോലെ തന്നെ ഏത് നോമ്പിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ധാരാളം പുണ്യങ്ങളും മഹത്വങ്ങളും നമുക്ക് കേട്ടിട്ടുണ്ട്. മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു ദിവസം ഒരാൾ നോമ്പെടുത്താൽ, പടച്ചിറപ്പിന് വേണ്ടി
ഭൗതികമായ യാതൊരു ലക്ഷ്യവുമില്ലാതെ റബ്ബിൻ്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ ഇഖ്ലാസോടുകൂടി ഒരു ദിവസം നോമ്പെടുത്താൽ 70 വർഷത്തെ വഴിദൂരം ആ നോമ്പ് നിമിത്തം അള്ളാഹു അയാളെ നരകത്തിൽ നിന്ന് അകറ്റിക്കളയുമെന്നാണ്. അതേപോലെ സ്വർഗത്തിൽ കടക്കാൻ നോമ്പിനോളം തുല്യമായ വേറൊന്നുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ നേട്ടങ്ങളും മഹത്വങ്ങളും ഒക്കെയുള്ള ഈ റമദാനിൻ്റെ നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഹിജറ 2-ാം വർഷമാണ് അള്ളാഹു ഫർളാക്കി നിയമമാക്കി നമ്മളോട് അറിയിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ 9 റമദാനുകൾ അങ്ങനെ സ്വീകരിക്കാൻ സാധിച്ചു എന്നാണ്. ആ റമദാനിലെ നോമ്പിൽ അല്ലെങ്കിൽ നോമ്പ് മൊത്തം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എന്താണ് നമ്മളതിൽ ചെയ്യുന്നത്? ഇത്രമാത്രം പുണ്യമുള്ള, ഇത്രമാത്രം മഹത്വമുള്ള, ശ്രേഷ്ഠതകളുള്ള നോമ്പ് എന്ന് പറഞ്ഞാൽ നോമ്പിൽ എന്താണ് ചെയ്യുന്നത്? ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണം പറയാം. വാസ്തവത്തിൽ നോമ്പിൽ നമ്മളൊന്നും ചെയ്യുന്നില്ല, ചെയ്യാതിരിക്കാൻ ശീലിക്കലാണ്. നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ വുളു എടുക്കും, അതേപോലെ ഖിബ്ലക്ക് നേരെ തിരിഞ്ഞു നിന്ന് തക്ബീറത്തുൽ ഇഹ്റാം പറഞ്ഞ് കൈകെട്ടി ഓരോന്നും നമുക്ക് ചെയ്യാനും പറയാനും ഒക്കെ. എന്നാൽ റമദാനിൽ നോമ്പിൽ നമ്മൾ ചെയ്യുന്നത് മനുഷ്യന്റെ മനസ്സ് കൊതിക്കുന്ന പല ആഗ്രഹങ്ങളെയും ഇഷ്ടങ്ങളെയും മാറ്റിവെക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് പ്രാമുഖ്യം കൽപ്പിച്ചു. നല്ല വിശപ്പുള്ളപ്പോൾ, നല്ല ദാഹമുള്ളപ്പോൾ, ചൂടുള്ള സമയത്ത് നമ്മൾ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൽ നല്ല തണുത്ത വെള്ളമുണ്ട്, നമ്മൾ ആഗ്രഹിക്കുന്ന ജ്യൂസ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, നമുക്കടുത്ത് തിന്നാം, കുടിക്കാം, ആരും കൈക്ക് പിടിക്കാനില്ല. എന്നിട്ടും നമ്മൾ തിന്നുന്നില്ല, കുടിക്കുന്നില്ല. എന്തുകൊണ്ട്? അള്ളാഹ് എന്നോട് തിന്നരുത്, കുടിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. മഗ്‌രിബ് വരെയും നമ്മൾ വിശപ്പും ദാഹവും സഹിച്ച് ക്ഷമിച്ച് നിൽക്കുകയാണ്. എങ്കിൽ തീർച്ചയായും അത് ഒരു ട്രെയിനിങ്ങാണ്. അതാണ് റമദാനിലൂടെ നമ്മൾ നേടിയെടുക്കുന്നത്. കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലൽ ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയിട്ടാണ് നോമ്പ് നിർബന്ധമാക്കിയത് എന്നല്ല പറയുമ്പോൾ, അള്ളാഹ് അനുവദിച്ചു തന്ന ശരീരത്തിന് ആവശ്യമുള്ള ഉപകാരപ്രദമായ പോഷകമൂല്യമുള്ളത് പോലും നമ്മൾ ഒഴിവാക്കി ശീലിക്കുമ്പോൾ, ശരീരത്തിന് വേണ്ടാത്ത വെടുക്കായ മോശമായ എല്ലാ അർത്ഥത്തിലും മനസ്സിനെയും ശരീരത്തെയും ദുഷിപ്പിക്കുന്ന ഹറാമുകൾ വെടിയാൻ ഒരു വിശ്വാസിയെ അത് പാകപ്പെടുത്തും. മാത്രമല്ല, അങ്ങനെ അള്ളാഹുവിനെ ഭയപ്പെട്ട് സൂക്ഷിച്ച് പടച്ചിറപ്പ് വിലക്കിയ എല്ലാ തിന്മകളിൽ നിന്നും അകന്ന് അള്ളാഹു നമ്മളോട് ചെയ്യാൻ കൽപ്പിച്ച സകലമാന നന്മകളും പരമാവധി ചെയ്യാൻ പരിശ്രമിച്ച് അള്ളാഹുവിൻ്റെ പൊരുത്തം നേടുവാനുള്ള പരിശ്രമത്തിലാണ് നമ്മളെങ്കിൽ, ഞാൻ തുടക്കത്തിൽ ഓതിവെച്ച ആയത്തിൽ അള്ളാഹ് പറഞ്ഞതുപോലെ, അവർക്കാണ് സ്വർഗം പടച്ചിറപ്പ് ഒരുക്കിയിട്ടുള്ളത്. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർദ്. വസാരിഉ, നിങ്ങൾ ധൃതിയിൽ വരൂ. ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള പാപമോചനത്തിലേക്ക്. പടച്ചിറപ്പ് പുറത്തു തരാൻ ഒരുക്കമാണ്, സന്നദ്ധനാണ്. നിങ്ങൾക്ക് തോന്നണം, എൻ്റെ ജീവിതത്തിൽ അരുതായ്മകൾ, വരാൻ പാടില്ലാത്ത പലതും വന്നു പോയിട്ടുണ്ട്, സംഭവിച്ചു പോയിട്ടുണ്ട്. പടച്ചവരെ, എനിക്ക് നീ പുറത്തു തരേണമേ എന്ന ആത്മാർത്ഥമായി നിങ്ങൾ റബ്ബിനോട് കൊതിക്കുകയും ചോദിക്കുകയും ചെയ്തുകൊണ്ട് വരൂ എന്നാണ് അള്ളാഹു വിളിച്ചത്. വജന്നത്തിൻ, പടച്ചറപ്പ് അള്ളാഹു ഒരുക്കിയിട്ടുള്ള സ്വർഗത്തിലേക്കും നിങ്ങൾ ധൃതിപ്പെട്ടു ചെല്ലുക. അർളുഹസ് സമാവാതു വൽ അർദ്, ആ സ്വർഗലോകത്തിൻ്റെ വീതി, വിശാലത ആകാശങ്ങളോളം ഭൂമിയോളം വിശാലമാണ്. ഉഇദ്ദത് ലിൽ മുത്തഖീൻ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കുന്ന തഖ്വയുള്ള ആളുകൾക്കാണ് അള്ളാഹു ഇത് ഒരുക്കിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വർഗത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ, നരകത്തിൻ്റെ ഭയാനകതകൾ പറഞ്ഞപ്പോൾ, അതിൻ്റെ എല്ലാ അവസ്ഥകളെയും ഒപ്പിയെടുക്കുന്ന ഒരു ചെറിയ ഹദീസിൻ്റെ ഭാഗം നമുക്ക് ഇങ്ങനെ വായിക്കാൻ സാധിക്കും. ദുനിയാവിൽ സുഖത്തിൽ സന്തോഷത്തിൽ മുഴുകി അതിൽ തന്നെ പിറന്നു വീണ ഒരു രാജകുടുംബത്തിലെ മെമ്പർ എന്ന് വേണമെങ്കിൽ സങ്കല്പിച്ചു.
സങ്കടവും പ്രയാസവും പട്ടിണിയും വേദനയും എന്താണെന്നറിയാത്ത ആർഭാടത്തിൽ തിമർത്ത് ജീവിച്ചൊരു മനുഷ്യൻ. അങ്ങനെയുള്ള ഒരാൾ പരലോകത്ത് കൊണ്ടുവരും. എന്നിട്ട് നരകമൊന്ന് കാണിച്ചു കൊടുക്കും. എന്നിട്ട് അയാളോട് പുറത്തെടുത്തിട്ട് ചോദിക്കും, ഹൽ മർറ ബിക നീ ജീവിതത്തിൽ എന്തെങ്കിലും സുഖവും സന്തോഷവും അനുഭവിച്ചിട്ടുണ്ടോ എന്ന് അയാളോട് ചോദിക്കും. അപ്പോൾ അയാൾ ആണയിട്ട് പറയുമെന്നാണ്, വല്ലാഹി, പടച്ച റബ്ബേ, അള്ളാഹു തന്നെയാണ് സത്യം, എൻ്റെ ജീവിതത്തിൽ സുഖമെന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ നരകം ഒരു സെക്കൻഡ് കാണുമ്പോൾ തന്നെ ആയുഷ്കാലം മുഴുക്കെ അനുഭവിച്ച് സകലമാന സുഖങ്ങളും സന്തോഷങ്ങളും മറന്നുപോകുമാറ് ഭയാനകമാണ് നരകമെങ്കിൽ ആ നരകത്തിൽ ശാശ്വതമായി കിടക്കുന്ന വർഷങ്ങളോളം കഴിയേണ്ടുന്ന ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? അള്ളാഹു നരകത്തിൽ നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതേപോലെ സ്വർഗത്തിൻ്റെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിൽ പറയുന്നുണ്ട്. ദുനിയാവിൽ വെച്ച് സുഖം എന്താണ് എന്ന് തീരെ അറിഞ്ഞിട്ടില്ലാത്തൊരു മനുഷ്യൻ, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും വേദനകളും മാത്രം തിരമാലകളെപ്പോലെ ആർത്തലച്ച് വന്ന ജീവിതത്തിലൂടെ നീന്തി കരകയറിയൊരു മനുഷ്യൻ, അയാൾ പരലോകത്ത് വരുമ്പോൾ അള്ളാഹു അത്തരം ഒരാളെ സ്വർഗത്തിലൊന്ന് ജസ്റ്റ് കടത്തി പുറത്തു കൊണ്ടുവന്നിട്ട് അയാളോട് ചോദിക്കും, ഹൽ മർറ ബിക ശിദ്ദത്തുൻ ഖത്തു, നിന്റെ ജീവിതത്തിൽ വല്ല ബുദ്ധിമുട്ടും ഉണ്ടായിട്ടുണ്ട്? ആരോടെ ചോദിക്കും? ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെയുള്ള ആളോട് ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസം നീ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും, വല്ലാഹി മാ മർറ ബി ശിദ്ദത്തുൻ ഖത്തു, പടച്ച റബ്ബേ, നീ തന്നെയാണ് സത്യം, എൻ്റെ ജീവിതത്തിൽ ഒരു ടെൻഷനും ഒരു സങ്കടവും ഒരു പ്രയാസവും ഉണ്ടായിട്ടില്ല. സ്വർഗം ഒരു നിമിഷം കണ്ടപ്പോഴേക്ക് ദുനിയാവിൽ ആയുഷ്കാലം മുഴുക്കെ അയാൾ അനുഭവിച്ച പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മറന്നുപോകുമാറ് അവർണ്ണനീയമാണ് ആ സ്വർഗലോകമെങ്കിൽ അതിലേക്കാണ് അള്ളാഹു വിളിക്കുന്നത്. അതിലേക്കുള്ള ഏറ്റവും വലിയ എൻട്രിയാണ്, ഏറ്റവും വലിയൊരു അവസരമാണ് റമദാനിലൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ റമദാൻ നമുക്ക് ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കും. നമസ്കാരത്തിൻ്റെ സ്കരിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ ഒരു ലക്ഷ്യത്തോടു കൂടി, ആ ഒരു മനസ്സോടുകൂടി ആയിരിക്കണം റമദാനിനെ നമ്മൾ സ്വീകരിക്കാൻ ഒരുങ്ങേണ്ടത്. ഇൻഷാ അല്ലാഹ് ഇശാ ജമാഅത്തിന് ശേഷം നമുക്ക് ക്ലാസ് തുടരാവുന്നത്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. സഹോദരങ്ങളെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് പരിശുദ്ധ റമദാൻ ഒരാളുടെ ജീവിതത്തിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ സൗഭാഗ്യവും അവസരവുമാണ്. അത് ഉപയോഗപ്പെടുത്തണം എന്നൊക്കെയാണ്. ആ റമദാനിനെ സ്വീകരിക്കുന്ന കൂട്ടത്തിൽ ഉപയോഗപ്പെടുത്തേണ്ടുന്ന രീതിയെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറഞ്ഞപ്പോൾ ഉണർത്തിയ ഒരു കാര്യം, റമദാൻ എന്താണ് എന്നും നോമ്പ് എന്താണ് എന്നുള്ള അതിൻ്റെ അഹ്കാമുകൾ, വിധിവിലക്കുകൾ അറിയുക എന്നാണ്. അറിഞ്ഞുകൊണ്ട് റമദാനിനെ സ്വീകരിക്കാനും നോമ്പെടുക്കാനും സാധിക്കാം. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. നോമ്പ് എന്ന് നമ്മൾ സാധാരണ വ്രതം എന്നൊക്കെ മലയാളത്തിൽ പറയുന്നതിനുള്ള അറബി വേർഡ് സൗം അല്ലെങ്കിൽ സിയാം എന്നാണ്. അതിൻ്റെ ഭാഷാപരമായ അർത്ഥം അംസക യുംസികു, ഇംസാക്, ബ്ലോക്ക് ചെയ്യുക, തടഞ്ഞു വെക്കുക എന്നാണ്. എന്താണ് തടഞ്ഞു വെക്കൽ? മതപരമായി അതിന് പണ്ഡിതന്മാർ നൽകിയ ഡെഫിനിഷൻ, അതിൻ്റെ നിർവചനം പരിശോധിച്ചാൽ കാണുവാൻ സാധിക്കും. അസ്സൗമു ഫഹുവ തഅബ്ബുദു ലില്ലാഹി സുബ്ഹാനഹു വതആല ബിൽ ഇംസാകി അനിൽ അക്ലി വശുർബി വസാഇരിൽ മുഫത്തിറാത്ത് മിൻ തുലൂഇൽ ഫജ്രി ഇലാ ഗുറൂബിശ് ശംസ്. അല്ലാഹു വേണ്ടി ഒരു ഇബാദത്ത് എന്ന നിലയിൽ ഒഴിവാക്കലാണ്. എന്തൊക്കെ? തിന്നലും കുടിക്കലും, അതേപോലെ നോമ്പ് മുറിക്കുന്ന എല്ലാ കാര്യങ്ങളും ബ്ലോക്ക് ചെയ്യാണ്, തടഞ്ഞു വെക്കുകയാണ്. മിൻ തുലൂഇൽ ഫജ്ർ, ഫജ്ർ മുതൽ, സുബഹി മുതൽ, ഇലാ ഗുറൂബിശ് ശംസ്, സൂര്യാസ്തമയം വരെ, മഗ്രിബ് വരെ. അങ്ങനെ അള്ളാഹ്ക്ക് ഒരു ഇബാദത്ത് എന്ന രീതിയിൽ, ചിലപ്പോൾ അല്ലാതെ നമ്മൾ പലതും വേണ്ടാന്ന് വെക്കും.
ഭക്ഷണം വേണ്ട, വെള്ളം വേണ്ട എന്നൊക്കെ നമ്മൾ വെക്കും. ചില ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി, ചില മരുന്നുകളുടെ പഥ്യം എന്ന നിലയിലും. ഇതങ്ങനെയല്ല. നമുക്ക് തിന്നാനും കുടിക്കാനും യാതൊരു തടസ്സവും ഉണ്ടായിട്ടല്ല. പക്ഷെ റബ്ബിന് വേണ്ടി ഒരു ഇബാദത്ത് എന്ന നിലയിൽ സുബഹി മുതൽ മഗ്രിബ് വരെയും നമ്മൾ ചിലത് ബ്ലോക്ക് ചെയ്യുന്നു, പിടിച്ചു വെക്കുന്നു, തടഞ്ഞു വെക്കുന്നു. അതാണ് നോമ്പ് എന്ന് പറഞ്ഞാൽ. എങ്ങനെയാണ് പരിശുദ്ധ റമദാനിൻ്റെ നോമ്പ് ആരംഭിക്കുന്നത്, തുടങ്ങുന്നത്? അതാണ് ഒന്നാമത്തെ ചർച്ച പണ്ഡിതന്മാർ പറഞ്ഞത്. നോമ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഒന്നാമത്തെ മസ്അലയായി ഉലമാക്കൾ, ഫുഖഹാക്കൾ ചർച്ച ചെയ്തത് റമദാനിലെ നോമ്പ് നിർബന്ധമാണ്. ഖുർആനിലൂടെ, സുന്നത്തിലൂടെ, ഇജ്മാഇലൂടെ ഒക്കെ അത് സ്ഥിരപ്പെട്ട കാര്യമാണ്. പക്ഷെ എങ്ങനെ, എപ്പോൾ മുതൽ റമദാനിൻ്റെ നോമ്പ് തുടങ്ങും? രണ്ടിൽ ഒരു കാര്യത്തിലൂടെ നോമ്പ് സ്റ്റാർട്ട് ചെയ്യും. ഒന്ന് ബിറുയത്തി ഹിലാലി റമദാൻ, റമദാനിൻ്റെ മാസപ്പിറവി ദൃശ്യമായാൽ. കാരണം പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫമൻ ഷഹിദ മിൻകും അശ്ശഹറ ഫൽയസും. റമദാൻ മാസത്തിന് നിങ്ങൾ സന്നിഹിതരായോ സാക്ഷികളായോ അവർ നോമ്പെടുത്തു കൊള്ളട്ടെ എന്ന് ഖുർആനിൽ പറഞ്ഞു. സൂറത്തുൽ ബഖറയിലെ 185-ാമത്തെ ആയത്തിൽ. ഹദീസിലും പറഞ്ഞത് സൂമൂ ലിറുയതിഹി വഅഫ്തിറൂ ലിറുയതിഹി. ഹിലാല് കണ്ടാൽ നിങ്ങൾ നോമ്പെടുക്കുക, ഹിലാല് കണ്ടാൽ നോമ്പ് അവസാനിച്ച് ശവ്വാലിൽ നിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുക. ഇദാ റഅയ്തുമൂഹു ഫസൂമു, ഹിലാല് നിങ്ങൾ കണ്ടാൽ നോമ്പെടുക്കുക. അപ്പോൾ ശഅബാൻ 29 നമ്മൾ മാസം നോക്കും. ഹിലാല് കണ്ടു എങ്കിൽ പിറ്റേ ദിവസം നോമ്പാണ്. അതാണ് ഒരു രീതി. ഇനി 29 നമ്മൾ നോക്കിയിട്ട് മാസപ്പിറവി കണ്ടില്ല എങ്കിൽ ഫഅക്മിലു ഇദ്ദത ശഅബാന 30, അപ്പോൾ നിങ്ങൾ ശഅബാൻ 30 പൂർത്തിയാക്കണം എന്നാണ്. അപ്പോൾ ഒരു മാസത്തിൻ്റെ എണ്ണം 29 അല്ലെങ്കിൽ 30, ഇത്രയേ അറബി കലണ്ടറിൽ, ഹിജറ കലണ്ടറിലുള്ളൂ. മറ്റ് മാസങ്ങളേതുപോലെ, അഥവാ ജനുവരി, ഫെബ്രുവരി, മാർച്ച് നമ്മൾ എണ്ണുന്ന ആ കലണ്ടർ പ്രകാരം ചിലപ്പോൾ ഫെബ്രുവരി 28 ആയിരിക്കും. ചിലപ്പോൾ ചില മാസങ്ങൾ 31 ഉണ്ടാകും. പക്ഷേ ഇസ്ലാമിക കലണ്ടറിൽ 29 അല്ലെങ്കിൽ 30 എന്നല്ലാതെ 28 കുറയൂല, 31 കൂടൂല. അതുകൊണ്ട് ശഅബാൻ 29 നമ്മൾ മാസപ്പിറവി നോക്കണം. മാസം കണ്ടാൽ ആ മാസം 29 ഉള്ളൂ ശഅബാൻ, പിന്നെ റമദാൻ ഒന്നായി. 29 നമ്മൾ മാസം കണ്ടില്ലെങ്കിൽ ഗോളശാസ്ത്ര കണക്ക് പ്രകാരം അവിടെ ചന്ദ്രനുണ്ട്, അതുകൊണ്ട് നോമ്പെടുക്കണം എന്നല്ല. ഫഇൻ ഗുമ്മ അലൈക്കും, നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ മേഘാവൃതമായി മാസം കണ്ടില്ല, ചന്ദ്രനുണ്ടോ ഇല്ലെന്നല്ല, കണ്ടില്ല എങ്കിൽ ഫഅക്മിലു ഇദ്ദത ശഅബാന 30, അപ്പോൾ ശഅബാൻ 30 നിങ്ങൾ പൂർത്തിയാക്കണം. അങ്ങനെ റമദാൻ പിറ്റേ ദിവസം ആരംഭിക്കണം. അപ്പോൾ അവിടെ കണക്കല്ല, കാഴ്ചയാണ് പ്രധാനം എന്ന് വളരെ വ്യക്തമായി ഹദീസുകളിലൂടെ കാണാൻ സാധിക്കും. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അതുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ചകൾക്ക് ഒടുവിൽ പറയുന്ന ഒരു കാര്യം, വഉലിമ മിൻഹു അന്നഹു ലാ യജിബു സൗമു ബിമുഖ്തൽ ഹിസാബ്. ഗോളശാസ്ത്ര കണക്കിന്റെ താല്പര്യമനുസരിച്ച് നോമ്പ് നിർബന്ധമാവുകയില്ല എന്ന് ഈ ഹദീസുകൾ, ഈ തെളിവുകൾ നമുക്ക് മനസ്സിലാക്കി തരും. ഫലൗ ഖററ ഉലമാഉൽ ഹിസാബ് അൽ മുതാബിഊന ലിമനാസിലിൽ ഖമർ, ചന്ദ്രന്റെ പ്രതിക്ഷയങ്ങൾ ഫോളോ ചെയ്യുന്ന ഗോളശാസ്ത്ര പണ്ഡിതന്മാർ സ്ഥിരീകരിച്ചാലും അംഗീകരിച്ചാലും അന്ന ലൈലത്ത മിൻ റമദാൻ, ഈ വരുന്ന രാവ്, ഈ രാവ് റമദാനിൽപ്പെട്ടതാണ്. ഗോളശാസ്ത്ര കണക്ക് പ്രകാരം ന്യൂമോൺ ഇങ്ങനെ സംഭവിച്ചു, അതുകൊണ്ട് അടുത്ത സമയം മുതൽ റമദാനിൽപ്പെട്ടതാണ് എന്ന് ഗോളശാസ്ത്രജ്ഞന്മാർ സ്ഥിരീകരിച്ചാൽ പോലും വലാകിൻ ലം യുറൽ ഹിലാലു, പക്ഷെ അവർ പറഞ്ഞതനുസരിച്ച് നമുക്ക് ഹിലാൽ കാണാൻ കഴിഞ്ഞില്ല എങ്കിൽ ഫഇന്നഹു ലാ യുസാം, നോമ്പെടുക്കേണ്ടതില്ല. ലിഅന്ന അശ്ശറഅ അല്ലക ഹാദൽ ഹുക്മ ബിഅംരിൻ മഹ്സൂസിൻ വഹുവ റുഅയ, കാരണം ദീൻ ഈ വിഷയത്തെ ബന്ധപ്പെടുത്തിയത് ഹിലാലുണ്ടോ ഇല്ലേ എന്നതിനേക്കാൾ അപ്പുറത്ത് ഹിലാൽ നിങ്ങൾ ദർശിച്ചോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ചാൽ. അപ്പോൾ കാഴ്ചയുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് അള്ളാഹു, അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പിനെ ബന്ധപ്പെടുത്തിയത് എന്നതിനാൽ
ഗോളശാസ്ത്രക്കാരെല്ലാവരും പറഞ്ഞാലും ഹിലാൽ നമ്മളാരും കണ്ടിട്ടില്ലെങ്കിൽ നോമ്പ് നിർബന്ധമാവുകയില്ല എന്ന്. അപ്പോൾ രണ്ടിൽ ഒരു രീതിയിൽ ഒന്ന് മാസം കാണുക, അല്ലെങ്കിൽ മാസം 30 തികക്കുക എന്നതാണ് അവിടെ പരിഗണിക്കേണ്ടത്. അങ്ങനെ നോമ്പ് റമദാൻ ഒന്നാണ് എന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ഒരു മസാല, ആർക്കൊക്കെയാണ് നോമ്പ് നിർബന്ധം? ശുറൂത്ത് ലിവുജൂബി സൗം, റമദാനിലെ നോമ്പ് നിർബന്ധമാകുവാനുള്ള നിബന്ധനകൾ. ഒന്ന് അൽ ഇസ്ലാം, മുസ്ലിം ആയിരിക്കുക എന്നതാണ്. അഥവാ അവിശ്വാസിയായ കാഫറായ ഒരാൾ, ചിലപ്പോൾ ചില പ്രദേശങ്ങളിലൊക്കെ ചില ആളുകളുണ്ട്, നോമ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നോമ്പാണ് ശരി, അതുകൊണ്ട് ഞാൻ വർഷങ്ങളായി നോമ്പെടുക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നോമ്പിനെയും നമ്മുടെ ദീനിയായ പലതിനെയൊക്കെ പ്രശംസിച്ച് പറയലുണ്ട്. പക്ഷേ അയാളുടെ നോമ്പ് അള്ളാഹുവിൻ്റെ അടുക്കൽ സാധുവാകുകയില്ല, പരിഗണിക്കപ്പെടുകയില്ല. കാരണം എന്താ? ഈമാൻ എന്നത് കർമ്മങ്ങളുടെ ബേസാണ്. വിശ്വാസമില്ലാത്ത ഒരാൾ ഏതെങ്കിലുമൊക്കെ കാര്യത്തിൻ്റെ പേരിൽ, അത് ശരീരത്തിലെ കൊളസ്ട്രോൾ കുറയാൻ, ഷുഗർ കൺട്രോളാക്കാൻ ഒക്കെ നല്ലതാണ് എന്ന് പറഞ്ഞ് നോമ്പെടുത്തത് കൊണ്ട് നോമ്പാകില്ല. ഇസ്ലാമിൻ്റെ നേരത്തെ നമ്മൾ പറഞ്ഞ റബ്ബിനുള്ള ഇബാദത്ത് എന്ന രീതിയിൽ നോമ്പാകണമെങ്കിൽ ഇസ്ലാം അഥവാ ഈമാൻ എന്നത് വിശ്വാസം സ്വീകരിച്ചവരായിരിക്കണം എന്നത് നിർബന്ധമാണ്. സ്വാഭാവികമായും അതിനോടനുബന്ധിച്ച് പണ്ഡിതന്മാർ ചർച്ച ചെയ്തൊരു കാര്യമാണ്, റമദാൻ 10 ഒരാൾ ഇസ്ലാം സ്വീകരിച്ചു എന്ന് വിചാരിച്ചു, 9 വരെയും അയാൾ നോമ്പെടുത്തില്ല, 10 അയാൾ നോമ്പെടുത്തു. അപ്പോൾ കഴിഞ്ഞ 9 ദിവസത്തെ നോമ്പ് നിനക്ക് അള്ളാഹുണ്ട് എന്ന് പറയേണ്ടതില്ല. ഇസ്ലാം സ്വീകരിച്ചത് മുതലാണ് അയാളുടെ നോമ്പ് ആരംഭിക്കുന്നത്, ഖളാ വീട്ടേണ്ടതില്ല എന്നർത്ഥം. രണ്ടാമത്തത് അത്തക്ലീഫ് കൗനുഹു മുകല്ലഫ്, നോമ്പെടുക്കുന്ന ആൾ മുകല്ലഫായിരിക്കണം എന്ന് പറഞ്ഞാൽ അൽ ബാലിഗു അൽ ആഖിൽ, പ്രായപൂർത്തി എത്തിയ സ്വബോധമുള്ള ആളായിരിക്കണം നോമ്പ് നിർബന്ധമാകണമെങ്കിൽ. എന്നാൽ കുട്ടികൾ, ബുദ്ധിയില്ലാത്ത ഭ്രാന്തുള്ള ആളുകൾ, അവർക്കൊക്കെ നോമ്പ് ഒഴിവാണ്. എന്നാൽ ഒരു കുട്ടി നോമ്പെടുത്താലോ അവർക്ക് നോമ്പെടുക്കാൻ നിർബന്ധമില്ല, അതിൻ്റെ പേരിൽ അള്ളാഹ് ശിക്ഷിക്കുകയില്ല എന്നാണ്. കുട്ടികൾ താല്പര്യത്തോടു കൂടി നോമ്പെടുക്കുന്നതിന് മാതാപിതാക്കൾ അവർക്ക് പ്രോത്സാഹനം നൽകേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് ആ രീതിയിൽ ശ്രദ്ധിച്ചിരുന്നു. അവര് മുഹറം മാസത്തിലെ നോമ്പ് ആദ്യകാലത്ത് നിർബന്ധ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചതാണ്, റമദാനിലെ നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നതിന് മുമ്പ്. അപ്പോൾ സ്വഹാബത്ത് പറയുന്നു, കുന്നാ നുസവ്വിമു സിബ്യാനന സിഗാർ, ഞങ്ങളുടെ ചെറിയ മക്കളെ, കുട്ടികളെ ഞങ്ങൾ നോമ്പെടുപ്പിക്കുമായിരുന്നു. അങ്ങനെ നോമ്പെടുത്ത് ഒരു ഉച്ചയായി അവർ ക്ഷീണിച്ച് വെള്ളത്തിന് വേണ്ടി, ഭക്ഷണത്തിന് വേണ്ടി കരഞ്ഞാൽ അവരുടെ കരച്ചിലും വിശപ്പും ദാഹവും ഒക്കെ മറപ്പിച്ച് കളയാൻ, മാറ്റാൻ വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യും? അവർക്ക് കളിപ്പാട്ടങ്ങൾ ഇട്ടുകൊടുത്തുകൊണ്ട് അവരെ ശ്രദ്ധ തിരിക്കും. അങ്ങനെ നോമ്പെടുക്കുവാൻ വേണ്ടിയുള്ളൊരു ട്രെയിനിങ്, ഒരു പരിശീലനം സലഫുകൾ, സ്വഹാബത്ത് ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ കുട്ടികൾക്ക് നോമ്പെടുക്കണ്ട എന്നല്ല, അവരെ പരിശീലിപ്പിക്കണം, പ്രേരിപ്പിക്കണം. എങ്കിലേ മുതിർന്നാലും ഒരു ദീനി സ്പിരിറ്റിൽ, ദീനിൻ്റെതായ ഒരു തർബീയത്തിൽ വളർന്ന കുട്ടികളായി ദിശ തെറ്റാതെ, വഴി തെറ്റാതെ നമ്മുടെ മക്കളാവുകയുള്ളൂ. അപ്പോൾ കുട്ടികൾക്കത് പ്രേരിപ്പിക്കേണ്ടതാണ്, പക്ഷേ അവർക്ക് നിർബന്ധമില്ല എന്നർത്ഥം. മൂന്നാമത്തേത് അൽ ഖുദറത്തു, നോമ്പെടുക്കാനുള്ള ശേഷി ഉണ്ടായിരിക്കണം, കഴിവുണ്ടായിരിക്കണം. അഥവാ രോഗിയായ ആളുകൾ, ശേഷിയില്ലാത്ത ദൗർബല്യങ്ങളുള്ള ആളുകൾ, 2 തരം അശക്തതയുണ്ട്, കഴിയാത്ത ആളുകളുണ്ട്. ഒന്ന് താൽക്കാലികമായ പ്രയാസമുണ്ട്, മറ്റൊന്ന് പെർമനൻ്റായി, സ്ഥിരമായി കഴിയാത്ത ആളുകളാണ്. ഏതുപോലെ ചെറിയ ഒരു രോഗം അത് 1-2 ദിവസം കഴിഞ്ഞാൽ മാറും. അങ്ങനെ താൽക്കാലിക രോഗികളായിട്ടുള്ള ആളുകളാണ് എങ്കിൽ അവർ ആ ദിവസത്തെ നോമ്പ് മറ്റ് ദിവസത്തിൽ എടുത്തു വിട്ടാൽ മതി, അവർ ഫിദിയ കൊടുക്കേണ്ടതില്ല. അതേപോലെ തന്നെ യാത്രയിലാണ്, ആ യാത്രയിൽ നോമ്പെടുത്തുകൊണ്ട് അയാൾക്ക് യാത്ര കണ്ടിന്യൂ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അല്ലാഹ് ഇളവ് തന്നതാണ്, വമൻ കാന മരീളൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖറ, നിങ്ങളുടെ കൂട്ടത്തിൽ രോഗാവസ്ഥയിലോ യാത്രാവേളയിലോ ആയ ആളുകൾക്ക് നോമ്പെടുക്കാൻ പ്രയാസമാണ് എന്ന് അള്ളാഹ് കണ്ടറിഞ്ഞിട്ട് അവർക്ക് ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖറ, മറ്റ് ദിവസം അവർ
നോമ്പെടുത്ത് വീട്ടിയാൽ മതി എന്ന് പറഞ്ഞു. തീരെ കഴിയാത്ത ആളുകളാണെങ്കിലോ ചിലപ്പോൾ ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കാത്ത മാരകമായ രോഗത്തിൻ്റെ പിടുത്തത്തിലാണ്. ഓരോ ദിവസവും അയാളുടെ ആരോഗ്യസ്ഥിതി വീക്കായിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പ്രായം അങ്ങേയറ്റത്തെത്തി. വീട്ടിലെ വല്യമ്മ അല്ലെങ്കിൽ വല്യപ്പ അവരിനി രോഗമൊക്കെ മാറി നല്ലൊരു യുവത്വത്തെ ഒരു യങ്ങായിട്ട് നോമ്പെടുത്ത് വീട്ടാൻ അങ്ങനെ നമുക്ക് കോലപ്പെടുത്താൻ സങ്കല്പിക്കാൻ സാധിക്കാത്ത അവസ്ഥ. അവർക്കാണ് ഫിദിയത്തുൻ ത്വആമു മിസ്കീൻ. അവരെന്ത് വേണം? ഫിദിയ കൊടുക്കണം. പിന്നീട് നോറ്റ് വീട്ടേണ്ടതില്ല. അവരെ സംബന്ധിച്ചിടത്തോളം നോറ്റ് വീട്ടാൻ പറ്റൂല. അപ്പോൾ ഫിദിയ എന്ന് പറഞ്ഞാൽ എന്താണ്? എങ്ങനെയാണ് കൊടുക്കേണ്ടത്? എപ്പോഴാണ് കൊടുക്കേണ്ടത്? ആർക്കാണ് കൊടുക്കേണ്ടത്? ഇതൊക്കെ ആവശ്യകമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സംഗതിയാണ്. രണ്ട് രീതിയിൽ നമുക്ക് ഫിദിയ കൊടുക്കാം. ഒരു നോമ്പിന് പകരം ഫിദിയ പ്രായശ്ചിത്തം കൊടുക്കേണ്ടത് രണ്ട് രീതിയിൽ കൊടുക്കാം. ഒന്ന്, ഭക്ഷണം നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് അതിലേക്ക് സാധുക്കളായ പാവപ്പെട്ട ആളുകളെ വിളിക്കാൻ. 10 നോമ്പ് വല്യമ്മക്ക് അല്ലെങ്കിൽ വല്യപ്പാക്ക് നോറ്റ് വീട്ടാനുണ്ട്. അങ്ങനെ അവശതയിലേക്കായി പിന്നെ അങ്ങ് മരിച്ചുപോയി. ആ 10 നോമ്പിൻ്റെ എണ്ണം 10 ആളുകളെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി വീട്ടിലേക്ക് ക്ഷണിക്കാൻ, നോമ്പ് തുറക്കാൻ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ. കമാ കാന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു യഫ്അലുഹു ലമ്മാ കബിറ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പ്രായാധിക്യം കൊണ്ട് അവശതയായപ്പോൾ അദ്ദേഹം ചെയ്തത് അങ്ങനെയാണ്. അപ്പോൾ സ്വഹാബത്തിൻ്റെ ഒരു സലഫിൻ്റെ ഒരു മാതൃകയുണ്ട്. ഭക്ഷണം ഉണ്ടാക്കി ഇത്ര എണ്ണം ആളുകൾക്ക് ആ നോമ്പിൻ്റെ എണ്ണം കണക്കാക്കി അവരെ ഭക്ഷിപ്പിക്കുക. രണ്ടാമത്തെ രീതി നമുക്ക് പാചകം ചെയ്തൊന്നും കൊടുക്കാൻ സൗകര്യമില്ല, വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ ആളുകൾക്ക് അസൗകര്യം, അല്ലെങ്കിൽ എല്ലാവരെയും വിളിച്ച് ഭക്ഷണം കൊടുക്കാൻ കഴിയാത്ത, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? റോ മെറ്റീരിയൽ, ഭക്ഷണം പാചകം ചെയ്യാതെ ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ എത്ര കൊടുക്കണം? ഫിത്ർ സക്കാത്തിൻ്റെ പകുതി നടത്തും. ഫിത്ർ സക്കാത്ത് സാധാരണ 2 കിലോ, അതിലൽപ്പം കൂടുതൽ, ചിലപ്പോൾ കുറച്ചുകൂടി മുൻതൂക്കമിട്ട് നമ്മൾ പറയും, അല്ലെങ്കിൽ ആളുകൾ പല പള്ളികളിലും കളക്ട് ചെയ്യൽ 2.5 കിലോ എന്നാണ്. അപ്പോൾ 2.5 കിലോ ആകുമ്പോൾ നോമ്പിൻ്റെ ഫിദിയ എത്രയായിരിക്കും? 1.25 കിലോ. അങ്ങനെ പക്ഷെ ആ സന്ദർഭത്തിൽ ഒരു നോമ്പിന് 1.25 കിലോ അരി എന്ന രീതിയിൽ നമ്മൾ കണക്കാക്കിയാൽ 10 ദിവസം നോമ്പുണ്ടെങ്കിൽ 12.5 കിലോ അരി കൊടുക്കാം. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശൈഖ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള പണ്ഡിതന്മാർ പ്രത്യേകം പറഞ്ഞു, ലാകിൻ യംബഗി ഫീ ഹാദിഹിൽ ഹാൽ അൻ യജ്അല മഅഹു മാ യുഖദ്ദിമുഹു മിൻ ലഹ്മിൻ ഔ നഹ്വി. അരി മാത്രം കൊടുത്താൽ ഭക്ഷണം ആവൂലല്ലോ. അരി പുഴുങ്ങിയിട്ട് വെറുതെ ചോറാരികളെ തിന്നും, അതിൽ കറി വേണം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുമ്പോൾ കേവലം വെറും അരി മാത്രം കൊടുത്താൽ പോരാ, അതിലേക്ക് കറിയായി പരിഗണിക്കുന്ന സംഗതികൾ കൂടി ആഡ് ചെയ്യണം. ഇന്ന് നമുക്ക് ഇങ്ങനെ ഭക്ഷണ സാധനങ്ങളല്ലാതെ ഭക്ഷണം തന്നെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും പല സംവിധാനങ്ങളിലും ഓർഡർ ചെയ്താൽ ഇത്ര ആൾക്ക് കൊണ്ടുവേണം, അത്ര ആളുകൾക്ക് നമുക്ക് സാധനം എത്തിച്ചു കൊടുക്കാൻ പറ്റും. അതല്ല, ഇങ്ങനെയാണ് കൊടുക്കുന്നതെങ്കിൽ കേവലം അരി മാത്രമല്ല, അതിലേക്ക് വേണ്ടുന്ന മറ്റ് ചേരുവകൾ കൂടി പരിഗണിക്കണം. ഹത്താ യതിമ്മ ഖൗലുഹു തആല ഫിദിയത്തുൻ ത്വആമു മിസ്കീൻ. ഒരു സാധുവിൻ്റെ ഭക്ഷണം കൊടുക്കണം എന്നാണ് അല്ലാഹു പറഞ്ഞത്. അപ്പോൾ കേവലം അരി മാത്രമായാൽ, അല്ലെങ്കിൽ മുഖ്യാഹാരമായ ഏതെങ്കിലും സാധനങ്ങൾ മാത്രമായാൽ ആ ഭക്ഷണം എന്നത് ആവുകയില്ല. അപ്പോൾ അത് എപ്പോൾ കൊടുക്കണം? വീട്ടിൽ വാപ്പ അവശതയാണ്, അല്ലെങ്കിൽ ഉമ്മ അവശതയാണ്, വല്യമ്മ ഇവരൊക്കെ പ്രയാസത്തിലാണ് എന്ന് നമുക്ക് കാര്യം കൂട്ടി അറിയാം. അതുകൊണ്ട് റമദാനിൻ്റെ ആദ്യത്തെ ദിവസം തന്നെ എൻ്റെ വക നോമ്പ് തുറക്കാം. കാരണം എനിക്ക് 30 നോമ്പ്, ഇനി വാപ്പായും ഉമ്മായും ഉണ്ടെങ്കിൽ 30, 60 പേരുടെ ഫിദിയ ഞാൻ കൊടുക്കണ്ടേ. അതുകൊണ്ട് പള്ളിയിൽ 60, 70, 100 ആളുകൾ വന്നാലും കുഴപ്പമില്ല, എൻ്റെ ചെലവിൽ നോമ്പ് തുറ. അത് പറ്റുമോ? നോമ്പ് തുറപ്പിക്കണേനല്ല തകരാറ്, ഫിദിയ വീടൂല. കാരണം ഓരോ ദിവസത്തിൻ്റെയും ഫിദിയ വരുന്നത് ആ ദിവസത്തെ നോമ്പോട് കൂടിയാണ്. അഡ്വാൻസ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റൂല.
ഏതുപോലെ റമദാനിൽ എനിക്ക് ഫുള്ളി എൻഗേജ് ആയിരിക്കും, യാത്രയുണ്ട്, അതല്ലെങ്കിൽ ഓപ്പറേഷൻ ഡേറ്റ് ഡോക്ടർ ഫിക്സ് ചെയ്ത്, അതുകൊണ്ട് ഞാൻ ഷഅബാനിൽ നോമ്പെടുക്കുകയാണ് റമദാൻ്റേത് എന്ന് പറഞ്ഞാൽ ശരിയാവും? ഇല്ല. എന്നതുപോലെ ഓരോ ദിവസത്തെയും നോമ്പിൻ്റെ അന്ന് അല്ലെങ്കിൽ അതിന് ശേഷമാണ് ഫിദിയത്തുൽ തുആം മിസ്കീൻ എന്നുള്ള ഫിദിയ കൊടുക്കേണ്ടത്. റമദാനിൻ്റെ അവസാനത്തിൽ വേണമെങ്കിൽ പറ്റും, അതല്ലാതെ മുൻകൂട്ടി ചെയ്യാൻ പറ്റുകയില്ല. ലിഅന്ന തഖദീമൽ ഫിദിയ കതഖദീമിസ് സൗം, ഫിദിയ മുൻകൂട്ടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ നോമ്പ് മുൻകൂട്ടി നോൽക്കുന്നത് പോലെയാണ് എന്ന്. അതേപോലെ നാലാമത്തെ ഷർത്തായി പറഞ്ഞത് അയ്യകൂന മുഖീമൻ, അപ്പം മുസ്ലിമായിരിക്കണം, അതേപോലെ തന്നെ ബാല്യവും ആക്കിലുമായിരിക്കണം, പ്രായപൂർത്തിയുള്ള സ്വബോധമുള്ള ആളായിരിക്കണം, ഖാദിർ ഖുദ്റത്തുള്ള ശേഷി നോമ്പെടുക്കാൻ കഴിയുന്ന ആളായിരിക്കണം. പിന്നെ പറഞ്ഞത് അയ്യകൂന മുഖീമൻ, നാട്ടിലുള്ള ആളായിരിക്കണം, അഥവാ യാത്രക്കാരന് ഒഴിവുണ്ട്. വമൻ കാന മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖറ. എന്നാൽ യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ചില രോഗികളെ സംബന്ധിച്ചിടത്തോളം ഏതാണ് അവർക്ക് ഉത്തമം? നോമ്പ് ഒഴിവാക്കാൻ അനുവാദമുണ്ട്. ആ അനുവാദം എടുക്കലാണോ, ഇളവ് എടുക്കലാണോ, അതല്ല അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് റിസ്ക് സഹിച്ചിട്ടാണെങ്കിലും നോമ്പെടുക്കലാണോ? ഏതാണോ അഫ്ളൽ, ശ്രേഷ്ഠം? അൽ അഫ്ളലു അൻ യഫ്അല അൽ ഐസർ, അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഈസി ആയിട്ടുള്ളത്, വല്ലാത്ത പ്രയാസമില്ലാത്തത് ഏതോ അതാണ് ഉത്തമമായിട്ടുള്ളത്. ചിലപ്പോൾ നോമ്പെടുക്കൽ ഹറാമാകും. പണ്ഡിതന്മാർ പറഞ്ഞൊരു കാര്യം, പ്രായം ചെന്ന് രോഗാവസ്ഥയിൽ വല്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക്, പ്രായം കൂടിയ ആളുകൾക്കായിരിക്കും അങ്ങനത്തെ ഒരു വാശിയൊക്കെ ഉണ്ടാകും. അവർ എന്ത് തന്നെ ഒഴിവാക്കിയാലും നോമ്പ് ഒഴിവാക്കില്ല. എന്നിട്ട് എന്ത് പറ്റും? 1-2 ദിവസം നോമ്പെടുക്കും വാശി പിടിച്ച്. 3-ാമത്തെ അല്ലെങ്കിൽ 4-ാമത്തെ ദിവസം അവരെയും കൂട്ടി ഈ മക്കൾ അല്ലെങ്കിൽ പേരക്കുട്ടികൾ ഹോസ്പിറ്റലിൽ കാവലിരിക്കേണ്ട അവസ്ഥയായിരിക്കും. അങ്ങനെ സ്വന്തം ശരീരത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന, മറ്റുള്ളവരെ കൂടി ഇടങ്ങേറാക്കുന്ന രീതിയിലുള്ള നോമ്പ് പുണ്യമല്ല. അത് പ്രായമുള്ള ആളുകൾ, രോഗികളായ ആളുകൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരാൾ രോഗാവസ്ഥയിലോ അതല്ലെങ്കിൽ നാട്ടിലില്ലാത്ത ഈ ദീർഘമായ യാത്രകൾ കൊണ്ടോ അയാൾ സ്ഥിരമായി ചെയ്തു വന്ന ഏതെങ്കിലും ഇബാദത്ത് മാറ്റിവെക്കേണ്ടി വന്നാൽ, അള്ളാഹ് പറഞ്ഞ ഇളവനുസരിച്ച് മാറ്റിവെച്ചാൽ, യാത്രക്കാരന് ഫർദ് നമസ്കാരം 4 റക്അത്തുള്ളത് 2 റക്അത്തായി ചുരുക്കി നിസ്കരിക്കലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. അതേപോലെ റവാത്തിബ് സുന്നത്ത്, ഫർദ് തന്നെ ചുരുക്കിയ നിസ്കാരമാകുമ്പോൾ റവാത്തിബ് സുന്നത്ത് ഏതായാലും അവർക്കില്ല. പക്ഷെ അവർക്ക് അതിൻ്റെ പേരിൽ വിഷമിക്കേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല. രോഗിയാണെങ്കിലും അങ്ങനെ തന്നെ. അവർ ആരോഗ്യത്തോടുകൂടി നാട്ടിലുള്ളപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്ന ആളാണെങ്കിൽ അള്ളാഹ് അതേ കൂലി അപ്പോഴും അവർക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ ആരോഗ്യമുള്ള സമയത്ത് റമദാനിൽ നോമ്പെടുത്തിരുന്ന ഉമ്മയാണോ ഉപ്പയാണോ എങ്കിൽ രോഗാവസ്ഥയിൽ നോമ്പെടുത്തില്ല എന്നുള്ളത് കൊണ്ട് അവർക്ക് കൂലിയൊന്നും നഷ്ടപ്പെടുന്നില്ല. അതാണ് 5-ാമത്തെ ഒരു ഷർത്തായി പറഞ്ഞത് അൽ ഖുലൂ മിനൽ മവാനിഅ, മറ്റ് തടസ്സങ്ങളിൽ നിന്ന് മുക്തമായിരിക്കണം. നോമ്പെടുക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ, അത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളമാണ്. അവരുടെ മെൻസസ് പീരീഡ്, അതേപോലെ തന്നെ പ്രസവ സമയം, ഇത്തരം സന്ദർഭങ്ങളിൽ അവർക്ക് നോമ്പും നിസ്കാരവും ഒക്കെ അള്ളാഹ് ഒഴിവാക്കി പറഞ്ഞതാണ്, ചെയ്യണ്ടെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ അവർ നോമ്പെടുക്കാൻ പാടില്ല, നോമ്പെടുക്കേണ്ടതില്ല. അല്ലാത്ത രീതിയിൽ ഉള്ള ആളുകൾക്കാണ് നോമ്പ് ബാധകമായിട്ടുള്ളത്. അവിടെ പ്രത്യേകം ഒരു കാര്യം ഉണർത്തിയത്, ഒരാൾ അന്നമൻ അഫ്തറ ഫീ റമദാൻ ലിഉദ്രിൻ യുബീഹുൽ ഫിത്ർ, നോമ്പ് ഒഴിവാക്കാൻ അള്ളാഹു പെർമിറ്റ് ചെയ്ത, അനുവദിച്ച ഏതെങ്കിലും ഒരു കാരണത്താൽ അയാൾ നോമ്പ് ഒഴിവാക്കും. രാവിലെ അസുഖമായിരുന്നു, ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻ്റൊക്കെ എടുത്തു, ഉച്ചയായപ്പോഴത്തേക്ക് മാഷാ അല്ലാഹ് അയാളുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഉഷാറായി. അതേപോലെ ദീർഘയാത്ര, ഉച്ചയായപ്പോഴേക്കും അയാൾ തിരിച്ചെത്തി, നാട്ടിലെത്തി.
അങ്ങനെയാണെങ്കിൽ ثم زال ذلك العذر أثناء النهار, പകലിൻ്റെ ഇടയിൽ തന്നെ അയാൾക്ക് ആ അള്ളാഹ് നോമ്പ് ഒഴിവാക്കാൻ നിശ്ചയിച്ച ആ ഉദർ മാറിക്കിട്ടിയാൽ ലം യൽസംഹുൽ ഇംസാക് ബഖിയത്തൽ യൗം, ബാക്കി സമയം അയാൾ നോമ്പുകാരനെ പോലെ തന്നെ കഴിയണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. മനസ്സിലായോ? രാവിലെ ഹോസ്പിറ്റലിലായിരുന്നു, വല്ലാത്ത ബുദ്ധിമുട്ട്, അയാൾ നോമ്പ് ഒഴിവാക്കി. എന്താ ഒഴിവാക്കിയത്? അള്ളാഹ് തന്നെ പറഞ്ഞതാണ്, രോഗിയാണെങ്കിൽ നോമ്പ് ഒഴിവാക്കി വേറെ ദിവസം എടുത്താൽ മതി. അങ്ങനെ അയാൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി ഉച്ചക്ക് അല്ലെങ്കിൽ അസറിന് വീട്ടിലെത്തി. നല്ല ദാഹം കൊണ്ട് വെള്ളം കുടിക്കാൻ പറ്റും, നോമ്പുകാരനെ പോലെ നീ പിടിച്ചു നിൽക്കണം, അങ്ങനത്തെ ഒരു ഓവർ സംഗതി നീ കൽപ്പിക്കുന്നില്ല. അതേപോലെ യാത്രക്കാരനായിരുന്നു, യാത്ര തുടങ്ങിയപ്പോൾ അയാൾക്ക് ബുദ്ധിമുട്ടുണ്ട്, അള്ളാഹ് അനുവദിച്ച ആ ഇളവ് അയാൾ സ്വീകരിച്ചുകൊണ്ട് നേരത്തെ നാട്ടിലെത്തി, ഉച്ചക്കെത്തി. അയാൾക്ക് നല്ല വിശപ്പുണ്ട്, ദാഹമുണ്ട്. അപ്പോൾ ആളുകളെ കാണാതെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാമോ വെള്ളം കുടിക്കാമോ, കഴിച്ചോ കുടിച്ചോ, അള്ളാഹ് അനുവദിച്ചതാണ്. നോമ്പുകാരനെ പോലെ തന്നെ ഇടങ്ങേറായി അയാൾ നിൽക്കേണ്ടതില്ല, അയാൾക്ക് അള്ളാഹു കൊടുത്ത ഉദറാണെന്ന്. അപ്പോൾ യാത്രക്കാരൻ നോമ്പ് ഉപേക്ഷിച്ച് നാട്ടിൽ പകലിലെത്തിയാൽ, അതേപോലെ തന്നെ പകലിൽ രോഗം ഭേദമായാൽ, അതേപോലെ പകലിൽ മെൻസസ് അവസാനിച്ചു കുളിച്ച് വൃത്തിയായി ഒരു പെണ്ണ്, അപ്പോൾ ബാക്കി ആ ദിവസത്തെ നോമ്പ് പകുതി നോമ്പ് അങ്ങനെയില്ല എന്നർത്ഥം. ഫിദിയ നമ്മൾ പറഞ്ഞു, എത്ര കൊടുക്കണം, എങ്ങനെ കൊടുക്കണം എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു. ഇതേപോലെ സാധാരണ വരുന്ന ഒരു സംശയവും ചോദ്യമാണ്, യാത്രക്കാരനെ പോലെ രോഗിയെ പോലെ ഇതിലേക്ക് കണക്ട് ചെയ്തിട്ട് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഗർഭിണികളായ സ്ത്രീകൾ, മുലയൂട്ടുന്ന സ്ത്രീകൾ. അവര് രോഗികളല്ലെങ്കിൽ കൂടി രോഗികളുടേതിനോട് സാദൃശ്യമായ അവസ്ഥയിലാണ് അവരുള്ളത്. അപ്പോൾ അവർക്ക് സാധാരണ രീതിയിൽ പ്രയാസമില്ലെങ്കിൽ നോമ്പെടുക്കണം. ഗർഭിണിയാണ് എന്ന് വിചാരിച്ച് നോമ്പ് ഒഴിവാക്കണം എന്ന നിർബന്ധമില്ല. ഏതുപോലെ രോഗിയാണ്, ചെറിയ ജലദോഷമുണ്ട്, ചെറിയ പനിയുണ്ട്, അത് ചെറിയൊരു അസ്വസ്ഥത നോമ്പെടുത്താലില്ലെങ്കിൽ ഉണ്ടാവും. പക്ഷെ അതിൻ്റെ കൂട്ടത്തിന് നോമ്പെടുക്കാൻ പറ്റിയാൽ നോമ്പെടുത്ത് വീട്ടണം. പിറ്റത്തേക്കും വേറൊരു ദിവസത്തേക്ക് മാറ്റി വെക്കേണ്ടതില്ല. കാരണം ഇനി എന്തായിരിക്കും അവസ്ഥ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിനേക്കാൾ കോംപ്ലിക്കേറ്റഡ് ആയ അവസ്ഥ വരും. പിന്നെ റമദാനിൻ്റെ ആ പുണ്യ സാഹചര്യം, റമദാൻ അല്ലാത്ത ദിവസങ്ങളിൽ ആ സമയത്തിന് പ്രത്യേകതയില്ലല്ലോ, പ്രാധാന്യമില്ലല്ലോ. അതേപോലെ ചെറിയ യാത്രയാണ്, നമുക്ക് ചെറിയ യാത്രയിൽ നമ്മൾ സാധാരണ പോകലും അത് വലിയൊരു ക്ഷീണവും പ്രയാസവും ഇല്ല. അപ്പോൾ നോമ്പെടുക്കുന്നത് തടസ്സമില്ലെങ്കിൽ ആ യാത്ര പരിഗണിക്കാതെ ബുദ്ധിമുട്ടില്ലാത്ത യാത്രയാണെങ്കിൽ നോമ്പെടുക്കാം. ഇതേപോലെ ഗർഭിണിയാണ്, മുലയൂട്ടുന്നവളാണ്, പക്ഷേ നോമ്പെടുക്കുന്നത് കൊണ്ട് ഡോക്ടർമാരും പറഞ്ഞു ആ കുട്ടിയുടെ വളർച്ചയ്ക്കൊന്നും യാതൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല, മുലയൂട്ടുന്നതിന് തള്ളക്കും പ്രശ്നമില്ല, ആ മുല കുടിക്കുന്നത് കൊണ്ട് കുട്ടിക്കും പ്രശ്നമില്ല. അങ്ങനെയാണെങ്കിൽ എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, മുലയൂട്ടുന്ന സ്ത്രീക്ക് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ ആ സമയത്ത് മുലപ്പാൽ കുടിച്ചാൽ കുട്ടിക്ക് കംപ്ലൈൻ്റ് ആവും. കാരണം ശരീരം ഹീറ്റായി മുലപ്പാൽ അതിൻ്റെ നേച്ചർ വ്യത്യാസം വന്ന് കുടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ വയറ്റിളക്കം പോലെയുള്ള അസ്വസ്ഥതകളും പ്രയാസങ്ങളും കുട്ടിക്കുണ്ടെങ്കിൽ അവർക്ക് നോമ്പ് ഒഴിവാക്കാം. എന്നാൽ ഇങ്ങനെ പ്രയാസങ്ങളൊന്നും ഇല്ലെങ്കിൽ നേരത്തെ രോഗികളെ പറ്റി പറഞ്ഞതുപോലെ, യാത്രക്കാരെ പറ്റി പറഞ്ഞതുപോലെ അവർ നോമ്പെടുക്കുകയാണ് വേണ്ടത്. പ്രയാസമാണെങ്കിലോ അവർക്ക് നോമ്പ് ഒഴിവാക്കാം. യാത്രക്കാരുടെയും രോഗിയുടെയും അവസ്ഥ പറഞ്ഞതുപോലെ. പക്ഷെ പിന്നീട് അവർ നോറ്റ് വീട്ടണം, ഫിദിയ വേണ്ടതില്ല. രോഗിയോട് നമ്മൾ പിന്നീട് നോറ്റ് വീട്ടാൻ പറഞ്ഞപ്പോൾ ഫിദിയയും നോറ്റ് വീട്ടലും രണ്ടും ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് നോറ്റ് വീട്ടിയാൽ മതി. എന്നാൽ അതിന് സാധിക്കാത്ത സ്ഥിതി വരികയാണെങ്കിൽ എങ്ങനെ? ഇപ്പൊ മിക്കവാറും പുതിയ തലമുറയിൽ നമ്മൾ ധാരാളമായി കാണുന്നൊരു സംഗതിയാണ്, പ്രഗ്നൻസിയുടെ ബിഗിനിങ്ങിൽ തന്നെ അവർക്ക് ചികിത്സയും ഭക്ഷണം വേണ്ട, ഹോസ്പിറ്റലിൽ അഡ്മിറ്റും ഒക്കെയായി ഇങ്ങനെ പോകാണ്. അങ്ങനെ പ്രസവിച്ചു, അപ്പോൾ ഒരു മാസത്തെ നോമ്പ് അവൾക്ക് മിസ്സായി. പ്രസവിച്ചു കഴിഞ്ഞ പിന്നെ മുലയൂട്ടണം 2 വർഷം. അപ്പോൾ 2 വർഷത്തെ വീണ്ടും നോമ്പ് പെൻഡിങ്ങിലാണ്.
ഈ 3 വർഷം കഴിയുമ്പോഴേക്കും അവൾ അടുത്ത വീണ്ടും പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്താൽ ഇതിങ്ങനെ തുടരും. അപ്പോൾ അത്തരം ഒരു മാറാരോഗിയെ പോലെ അത് പിടിച്ചു വീട്ടാൻ കഴിയാത്ത സാഹചര്യത്തിൽ പിന്നെ സെക്കൻഡ് ഓപ്ഷൻ ഉള്ളത് അവർ ഫിദിയ കൊടുക്കുക എന്നുള്ളതാണ്. ഫിദിയ കൊടുത്താൽ മതി, നോറ്റ് വീട്ടേണ്ടതില്ല അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ തന്നെ പിന്നീടുള്ളത് മസാല എന്താണെന്ന് വെച്ചാൽ, നോമ്പിൽ നിർബന്ധമായും വേണ്ട ഒരു കാര്യമാണ് നിയ്യത്ത്. ഫർദ് നോമ്പിന് ഫജ്റിന് മുമ്പേ തന്നെ അഥവാ രാത്രി തന്നെ നിയ്യത്ത് വേണം. നാളെ നോമ്പെടുക്കോ ഇല്ലേ എന്ന് തീരുമാനിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ചോറ് എനിക്ക് യാത്രയുണ്ട്, അതുകൊണ്ട് ഞാൻ തീരുമാനമാക്കിയിട്ടില്ല, പിന്നെ പറയാം എന്ന് പറഞ്ഞിട്ട് സുബഹി കഴിഞ്ഞിട്ട് ഇന്ന് യാത്ര ചെയ്താലും പോണില്ല, നോമ്പാണ് എന്ന് പറഞ്ഞാൽ ആ നോമ്പ് സാധുവാകുകയില്ല ഫർദ് നോമ്പിന്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മല്ലം യുബയ്യിത്തി സിയാമ ഖബ്ല തുലൂഇൽ ഫജ്രി ഫലാ സിയാമ ലഹു. ഫജ്റിന് മുമ്പേ ആ തീരുമാനത്തിലേക്ക് എത്തണം. നോമ്പാണോ നോമ്പല്ലേ എന്ന് തീരുമാനിക്കണം. നോമ്പാണെന്ന് തീരുമാനിച്ചാൽ അയാൾക്ക് കണ്ടിന്യൂ ചെയ്യാം. എന്നാൽ സുന്നത്ത് നോമ്പുകൾക്ക് പകലിലും നിയ്യത്ത് പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും അങ്ങനെ ചെയ്തിട്ടുണ്ട്. രാവിലെ സുബഹിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്ന് നോക്കി എന്തെങ്കിലും ഉണ്ടോ കഴിക്കാൻ? ഒന്നുമില്ല. നോക്കണം, നമ്മുടെയൊക്കെ വീട്ടിൽ തണുത്തത് വേണോ, ചൂടുള്ളത് വേണോ, വെജ് വേണോ, നോൺ വെജ് വേണോ, എല്ലാം ഇതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ ഖൽഖ്, അഷ്റഫുർ റുസുൽ, അഫ്ളലുർ റുസുൽ, അള്ളാഹുവിൻ്റെ ദൂതന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായ, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഉത്തമനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ വീട്ടിൽ അടുപ്പിൽ തീ പുകയാത്ത ആഴ്ചകളും മാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലും ഉണ്ടോ കഴിക്കാൻ? ഇല്ല എന്ന് പറയാം. ഇല്ല എന്ന് പറയാൻ നമ്മുടെയൊക്കെ വീട്ടിൽ എന്തായിരിക്കും? ഇന്നുണ്ടോ? ഞാൻ വാങ്ങിച്ചൊന്നുമില്ല, ഉണ്ടാക്കിയില്ല എന്ന് വെച്ചിട്ട് ഭർത്താവിൻ്റെ വക ഷൗട്ട്. പെണ്ണുങ്ങളാണെങ്കിൽ പറയും ഉണ്ടോ എന്ന് ചോദിച്ചു വന്നപ്പോൾ എന്തെങ്കിലും കൊണ്ടുവന്നല്ലേ എന്ന് തിരിച്ച്. അങ്ങനെയൊക്കെയല്ലേ നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന ഡയലോഗുകളും വർത്തമാനങ്ങളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ കൺട്രോൾ ചെയ്തിട്ട് വളരെ പോസിറ്റീവായിട്ടുണ്ട് പറഞ്ഞത്, ഇതൻ അനസ്വാഹി, ഒന്നുമില്ല എങ്കിൽ ഞാൻ നോമ്പുകാരനാണ്. അപ്പോൾ സുന്നത്ത് നോമ്പുകൾക്ക് അങ്ങനെ പറ്റും. അങ്ങനെ സുബഹിക്ക് ശേഷം ആണ് തീരുമാനമെങ്കിലും പറ്റും. പക്ഷേ ഫർദ് നോമ്പിന് അത് പോരാന്ന്. പിന്നെ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ, ഭക്ഷണം കഴിച്ചാൽ നോമ്പ് മുറിയും, വെള്ളം കുടിച്ചാൽ നോമ്പ് മുറിയും. ഭക്ഷണത്തിൻ്റെയും വെള്ളത്തിൻ്റെയും സ്ഥാനത്ത് നിൽക്കുന്ന ഗ്ലൂക്കോസ് പോലെയുള്ള സംഗതികൾ അത് ഇതിൻ്റെ സ്ഥാനത്താണ് എന്നുള്ളത് കൊണ്ട് ഞാൻ തിന്നില്ല കുടിച്ചില്ല എന്ന് പറഞ്ഞ പോലെ ഇഞ്ചക്ട് ചെയ്തിട്ടാണെങ്കിലും അത് പറ്റൂല. അതേപോലെ മൂക്കിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് എന്തെങ്കിലും എത്തുന്നത്, ആമാശയത്തിലേക്ക് നേരെ ഒരു എൻട്രൻസ് ഉള്ള സംഗതിയാണ് മൂക്ക് എന്ന്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലഖീത്ത് ബിൻ സബ്റ റളിയല്ലാഹു അൻഹുവിനോട് വുളൂഇന്റെ കാര്യത്തിൽ ബാലിഗ് ഫിൽ ഇസ്തിൻഷാഖ്, സാധാരണ വുളൂ എടുക്കുമ്പോൾ മൂക്കൊക്കെ നന്നാക്കി വെള്ളം കയറ്റി ക്ലീൻ ആക്കണം. ഇല്ല അൻ തകൂന സ്വായിമൻ, നീ നോമ്പുകാരനാണെങ്കിൽ ഒഴികെ. നോമ്പുകാരനാണെങ്കിൽ അങ്ങനെ വല്ലാതെ ഓവറാകരുത്, നിയന്ത്രിക്കണം എന്നർത്ഥം. എന്നാൽ കണ്ണിൽ മരുന്നുറ്റിക്കുന്നതും സുറുമയിടുന്നതുമൊക്കെ അത് വാസ്തവത്തിൽ നോമ്പ് മുറിയുകയില്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. കാരണം നോമ്പ് മുറിയും എന്ന് പറയാൻ പ്രത്യേകിച്ച് തെളിവില്ല. മൂക്കിൻ്റെ കാര്യത്തിൽ പ്രത്യേകം പറഞ്ഞു, കണ്ണിൻ്റെ കാര്യത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ ഛർദി മനഃപൂർവ്വം ഉണ്ടാക്കി ഛർദിച്ചാൽ അയാൾ നോമ്പെടുത്ത് വീട്ടട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നാൽ മനഃപൂർവ്വമല്ല, നമ്മൾ ഉണ്ടാക്കി ഛർദിച്ചതല്ല, എന്തോ ദഹനക്കേട് കൊണ്ട് മറ്റൊക്കെ ആയിട്ട് അങ്ങനെ സ്വാഭാവികമായി ഛർദി ഉണ്ടെങ്കിൽ, ഛർദിച്ചു പോയാൽ ഫലാ ഖളാഅ അലൈഹി, അയാൾക്ക് ഖളാ വീട്ടേണ്ടതില്ല, ആ നോമ്പ് കണ്ടിന്യൂ ചെയ്താൽ മതി. അതേപോലെ തന്നെ ബീജം പുറത്തു വന്നാൽ, ഇസ്തിംന, മനി,
ചിലപ്പോൾ ചില ചികിത്സയുടെ ഭാഗമായി മറ്റുമൊക്കെ ബീജം പുറത്ത് എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ അതെന്താണ്? നോമ്പ് മുറിക്കുന്ന സംഗതിയാണ്. എന്നാൽ ഒരാൾ ഉറക്കത്തിൽ സ്വപ്നസ്ഖലനം സംഭവിച്ചാൽ, നേരത്തെ ഛർദിയുടെ കാര്യം പറഞ്ഞതുപോലെ, അയാൾ ബോധപൂർവം ഉണ്ടാക്കി ചെയ്തതല്ല, അങ്ങനെയാകുമ്പോൾ അത് നോമ്പിന് തടസ്സമല്ല. അയാൾ കുളിച്ച് വൃത്തിയായി സാധാരണത്തേതുപോലെ ഇബാദത്തുകളൊക്കെ ചെയ്താൽ അയാൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതേപോലെ തന്നെ നോമ്പ് സമയത്ത് നമുക്ക് ബ്ലഡ് ഡൊനേറ്റ് ചെയ്യാൻ പറ്റുമോ? ബ്ലഡ് നമ്മളിൽ നിന്ന് പോയാൽ, കൈ മുറിഞ്ഞു, ഞരമ്പ് മുറിഞ്ഞു, അങ്ങനെയായാൽ നോമ്പ് മുറിയുമോ? ഇങ്ങനെയൊക്കെ ആളുകൾ ചോദിക്കാറുണ്ട്. സത്യത്തിൽ നോമ്പ് മുറിയുകയില്ല എന്ന്. നമുക്ക് ബ്ലഡ് പോകുന്നത് കൊണ്ട് പ്രയാസകരമാകുകയില്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, നോമ്പ് തകരാറില്ല. എന്നാൽ ബ്ലഡ് പോയത് കൊണ്ട് നമ്മൾ വളരെ വീക്കായി ക്ഷീണിച്ചാൽ നമുക്കവിടെ രോഗിയുടെ ആ ആനുകൂല്യം സ്വീകരിച്ചുകൊണ്ട് വെള്ളം കുടിച്ച് നോമ്പ് മുറിച്ച് നമുക്ക് ആ ദിവസത്തെ നോമ്പ് വേറൊരു ദിവസത്തേക്ക് പിടിച്ചു കെട്ടിയാൽ മതിയാവും. ചിലപ്പോൾ നമ്മുടെ റയർ ബ്ലഡ് ഗ്രൂപ്പാണെങ്കിൽ അതേ ബ്ലഡ് ഗ്രൂപ്പിലുള്ള നമ്മുടെ റിലേറ്റീവോ അല്ലെങ്കിൽ നമ്മുടെ പരിചയത്തിലുള്ള ഒരാൾ ആക്സിഡൻറ്റിൽ അല്ലെങ്കിൽ രോഗാവസ്ഥയിൽ ഹോസ്പിറ്റലിലാണ്, ബ്ലഡ് വേണം. നമ്മളോട് ചോദിക്കുകയാണ്, നമ്മുടെ ബ്ലഡ് എടുക്കാൻ പറ്റും, കൊടുക്കാനും നമ്മൾ റെഡിയാണ്, പക്ഷെ നോമ്പാണോ, ബ്ലഡ് എടുക്കാൻ പറ്റൂല എന്ന് പറയേണ്ടതില്ല. നമുക്ക് ഹെൽത്തി ആണെങ്കിൽ കൊടുക്കാം. നോമ്പ് ബ്ലഡ് കൊടുക്കുന്നതിലൂടെ നമ്മൾ വീക്കായി നമ്മുടെ നോമ്പ് പോകുമെങ്കിലോ നമുക്ക് വേണമെങ്കിൽ നോമ്പ് തുറന്നതിന് ശേഷം രാത്രി മതിയോ എന്ന് ചോദിക്കാം. അല്ല, എമർജൻസിയാണ്, ഇപ്പോൾ തന്നെ ബ്ലഡ് വേണം എങ്കിൽ ബ്ലഡ് കൊടുത്തേക്കണം. നമ്മുടെ ഒരു നോമ്പ് പോയാലും നമുക്ക് നോമ്പ് നോറ്റ് വീട്ടാൻ അവസരമുണ്ട്, ജീവൻ രക്ഷിക്കാൻ അവസരം അപ്പോഴേ ഉള്ളൂ. അപ്പോൾ അതിനാണ് മുൻഗണന നൽകേണ്ടത്. ഇങ്ങനെ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞപ്പോൾ 3 കാര്യങ്ങൾ പ്രത്യേകം ഉണർത്തി. ഭക്ഷണം കഴിക്കലാണെങ്കിലും വെള്ളം കുടിക്കലാണെങ്കിലും ഇതേപോലെയുള്ള സംഗതികളാണെങ്കിലും ഒക്കെ 3 ഷർത്തുകളുണ്ട് നോമ്പ് മുറിയണമെങ്കിൽ. ഒന്ന്, മനഃപൂർവ്വം ചെയ്തതായിരിക്കണം. ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ബൈക്കിൽ പോകാമെന്ന് വിചാരിച്ചു, നല്ല ചാറ്റൽ മഴയുണ്ട്, ബോധപൂർവമല്ലാതെ വെള്ളം കുടിക്കണം, ദാഹം മാറ്റണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ തൊള്ള കാട്ടി മഴത്തുള്ളി പിടിച്ചതല്ല. നമ്മൾ പോയപ്പോൾ ഒരു തുള്ളി നമ്മുടെ വായിലേക്ക് തെറിച്ചു. അതല്ലെങ്കിൽ നമ്മൾ ഒന്നുകൊടുത്തപ്പോൾ വായിൽ വെള്ളമായി, അപ്പോൾ ഇറക്കുമ്പോൾ ആ വെള്ളത്തിൻ്റെ ഒരു അംശം കടന്നു പോയിട്ടുണ്ടാവില്ല. ഇങ്ങനെ വസ്വാസ് വേണ്ടതില്ല. മനഃപൂർവ്വം നമ്മൾ ദാഹം മാറ്റാൻ വേണ്ടി വെള്ളം കുടിച്ചതല്ലല്ലോ, മഴയുടെ വെള്ളം ശേഖരിച്ച് ഇറക്കിയതല്ലല്ലോ. അങ്ങനെയാകുമ്പോൾ എന്തില്ല, നോമ്പ് മുറിയുകയില്ല എന്നാണ്. അതേപോലെ തന്നെ ഓർമ്മയോടെ ചെയ്തതാണെങ്കിൽ മാത്രമേ നോമ്പ് മുറിയുള്ളൂ. ഒരാൾ ഭക്ഷണം കഴിച്ചു അല്ലെങ്കിൽ വെള്ളം കുടിച്ചു, സാധാരണ പള്ളിയിൽ വരുമ്പോൾ അല്ലെങ്കിൽ ടാപ്പ് കാണുമ്പോൾ ക്ഷീണിച്ച് ദാഹിച്ചവരാണെങ്കിൽ അയാൾ വെള്ളം എടുത്ത് കുടിക്കലുണ്ട്. നോമ്പുകാരനാണെന്ന് അറിയാതെ മറന്നുകൊണ്ട് വെള്ളം കുടിച്ചു, കുറച്ച് കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് അപ്പോൾ നോമ്പാണല്ലോ എന്ന് ഓർത്തത്. അതിൽ ബേജാറും അസ്വസ്ഥതയും വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ നസിയ വഹുവ സ്വായിം ഫഅകല ഔ ശരിബ. നോമ്പുകാരനായിരിക്കും അത് മറന്നുകൊണ്ട് ആരെങ്കിലും തിന്നുകയോ കുടിക്കുകയോ ചെയ്താൽ അയാൾ വിഷമിക്കേണ്ടതിൻ്റെ നോമ്പ് മുറിയുകയില്ല. അള്ളയാണ് അയാളെ തീറ്റിയതും കുടിപ്പിച്ചതും എന്നാണ് പറഞ്ഞത്. അതേപോലെ തന്നെ 3-ാമത്തെ കാര്യം പറഞ്ഞത്, അറിവുണ്ടായിരിക്കണം. ഇന്നത് നോമ്പ് മുറിയുന്ന കാര്യമാണെന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കണം അയാൾ ചെയ്യുന്നത്. അറിവില്ലാതെ ചെയ്തതാണെങ്കിൽ എന്തില്ല, നോമ്പ് മുറിയുകയില്ല. അപ്പോൾ ഫശുറൂത്തുൽ മുഫത്തിറാത്ത് സലാസത്തുൻ അൽ ഇൽമു വദ്ദിക്റു വൽ അംദു. നോമ്പ് മുറിയും എന്നുള്ള അറിവുണ്ടായിരിക്കണം, അതേപോലെ തന്നെ ഓർമ്മയോടുകൂടി ചെയ്തതായിരിക്കണം, മനഃപൂർവ്വം ചെയ്തതായിരിക്കണം. ഇങ്ങനെയാണെങ്കിലാണ് വെള്ളം കുടിച്ചാലും ഭക്ഷണം കഴിച്ചാലും അടക്കം എന്തുള്ളൂ, നോമ്പ് മുറിയുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും അത്യാവശ്യമായിട്ട് നിങ്ങൾക്ക് അറിയേണ്ടതോ ചോദിക്കേണ്ടതോ ഉണ്ടെങ്കിൽ ചോദിക്കാമില്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. നോമ്പുമായി ബന്ധപ്പെട്ട
അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞതിൽ ക്ലാരിറ്റി കുറവ് തോന്നിയ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. മിസ്കീന് ഭക്ഷണം കൊടുക്കാനാണ്, മിസ്കീനാണ് ഫിദി കൊടുക്കേണ്ടെങ്കിൽ അപ്പോൾ എന്താ വിധി? അതായത് നോമ്പ് ബാധ്യതയുള്ള നമ്മൾ തന്നെ മിസ്കീനാണ്, ഫക്കീറാണ്, നമ്മുടെ കയ്യിലൊന്നും. അസുഖമായിട്ടെന്ന് പറഞ്ഞല്ലോ, അസുഖമായിട്ടാണ് ഇപ്പൊ നിത്യരോഗിയായ ആളാണ് ഫിദി കൊടുക്കുന്നത്. അയാൾക്ക് മക്കളൊന്നും ഇല്ല കൊടുക്കാൻ ഒന്നും, മിസ്കീനാണ് അപ്പോൾ കൊടുക്കേണ്ടതില്ല. കാരണം ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ, ഒരാളുടെയും കഴിവിൽപ്പെടാത്തത് അള്ളാഹു നിർബന്ധിക്കുന്നില്ല. അതിലേറ്റവും നല്ല സംഭവമാണ് റമദാനിൻ്റെ പകൽ സമയത്ത് ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ആ നോമ്പ് ബാത്തിലായെന്ന് മാത്രമല്ല, അതിന് ഫൈൻ 60 ദിവസത്തെ നോമ്പ് തുടർച്ചയായി നോമ്പ് എടുക്കണം. നല്ല കട്ടിയുള്ള ഫൈനാണ്. അപ്പോൾ ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒന്ന് പറയാൻ, എനിക്കിങ്ങനെ സംഭവിച്ചു നബി. അപ്പോൾ ഈ വിഷയം പറഞ്ഞു കൊടുത്ത് നീ എന്ത് ചെയ്യണം? നോമ്പെടുക്കണം 60 ദിവസം. 60 ദിവസം നോമ്പ്, എനിക്ക് 30 ദിവസം നോമ്പ് തന്നെ പ്രയാസമാണ്. ആ നോമ്പിൽ ഇത് സംഭവിച്ചത് 60 ദിവസം നോമ്പ് പ്രയാസമാണെന്ന് പറഞ്ഞപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ പറഞ്ഞു, എന്നാൽ 60 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം പറഞ്ഞു, നബിയെ ഫക്കീറും മിസ്കീനുമാണ് ഞാൻ, 60 സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയായിരുന്നെങ്കിൽ ഞാൻ ആരാണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 60 ആൾക്ക് കൊടുക്കാൻ പറ്റിയ ഭക്ഷണം ആലോചിച്ചു എടുത്തു കൊടുത്തു. എന്നിട്ട് കൊണ്ടുപോകുമ്പോൾ അയാൾ ചോദിക്കും, ഇത് ആർക്കും കൊടുക്കേണ്ടത്? പാവപ്പെട്ട ആളുകൾ. എൻ്റെ നാട്ടിൽ എന്നെ പോലെ ദരിദ്രം വേറെ ആളുകളാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചിട്ട് പറഞ്ഞു, നീ കൊണ്ടുപോയി തിന്നോ. മാത്രമേ ഉള്ളൂ. രോഗിയാണ്, അതേപോലെ ദാരിദ്ര്യമുള്ള ആളാണ് എങ്കിൽ അയാൾ ഫിദിയ കൊടുക്കേണ്ടതില്ല. ഇപ്പോൾ കുറേ ക്ലാസ്സുകളൊക്കെ കേൾക്കാനായിട്ട് സംശയമൊന്നും എല്ലാം ഉണ്ടാവില്ല. ഫീസ് സ്റ്റഡികളും വരുന്ന സംഗതി ഞാൻ വിഷയത്തിൽ തന്നെ പറഞ്ഞു. ഓരോ ദിവസവും കൊടുക്കാം, അല്ലെങ്കിൽ കഴിഞ്ഞതിനെല്ലാം ലാസ്റ്റിൽ കൊടുക്കാം. അഡ്വാൻസ് ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. അതായത് 10 നോമ്പ് അല്ലെങ്കിൽ 30 നോമ്പ് ഉള്ള ആൾക്ക് 30ാമത്തെ നോമ്പിൻ്റെ അന്ന് 30 ആളുകൾക്ക് ഭക്ഷണം കൊടുക്കണം. അപ്പോൾ 30 നോമ്പിൻ്റെയും ഫിദിയായി. ഇല്ല. റമദാനിലായാൽ പൊതുവെ എന്തുണ്ട്, റമദാനിൽ എല്ലാ പുണ്യത്തിനും ഒരു പ്രത്യേകത ഉണ്ടല്ലോ, ആ സമയത്തിൻ്റെ പ്രാധാന്യം. എല്ലാത്തിനും കൊടുക്കും. ഇപ്പം നമ്മൾ 30 ദിവസത്തെ അരി കൊടുക്കാമെന്ന് വിചാരിച്ചു. സ്വാഭാവികമായിട്ട് അയാൾ റമദാനിൽ 30 ആ അരി ഒന്നും തരുമല്ലോ. റമദാനില്ലാത്തപ്പോഴാണ് അയാൾ ഉപയോഗിക്കുന്നത്. നമ്മൾ കൊടുക്കുന്നത് റമദാനിലാണെങ്കിലും റമദാനിലല്ലെങ്കിലൊക്കെ അത് കുഴപ്പമില്ല. അപ്പോൾ അതിന് ലാസ്റ്റ് ടൈമാണ് ബാങ്ക് കൊടുക്കുന്നത് വരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഒക്കെ അത്താഴം കഴിച്ചിട്ട് ബാങ്കിൻ്റെ ഇടയിൽ ഒരു 50 ആയത്ത് ഓതാവുന്ന ഒരു 10-20 മിനിറ്റിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. നമ്മൾ പഴയ കാലത്ത് നേരത്തെ 1 മണി 2 മണിക്കൊക്കെ അലാറം വെച്ച്, അതേപോലെ ചില പള്ളികളിൽ ഓത്തും. എനിക്ക് ഓർക്കുന്നുണ്ട് ചെറുപ്പത്തിൽ പള്ളിയിൽ നിന്ന് ഖുർആൻ ഓതും, എന്നിട്ട് ഇടയത്താഴത്തിന് സമയമായി എന്നിട്ട് ടൈം പറയും. അങ്ങനെ എല്ലാവരും എഴുന്നേറ്റ് അത്താഴം കഴിക്കും. എന്നിട്ട് കുറച്ച് നേരം ഇരുന്നിട്ടാണ് ഉറങ്ങും. സുബഹി ചിലപ്പോൾ മിസ്സാവും, ജമാഅത്തൊന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു നോമ്പായിരുന്നു. അത് ബോധവൽക്കരിച്ച ആളുകൾ മാഷാ അല്ലാഹ് അത്താഴത്തിൻ്റെ സമയം പിന്തിച്ചു വന്നു.
പിന്തിച്ച് വന്നപ്പോൾ ഓവർ പിന്തിക്കലായി. അവസാന സമയത്ത് 5 മിനിറ്റ് ഉള്ളപ്പോഴൊക്കെ അലാറം വെച്ച് എഴുന്നേറ്റ് വേഗം തല്ലിപ്പിടിച്ച് ശാപ്പാടടിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാങ്ക് കൊടുക്കും, നമുക്ക് കുഴപ്പമില്ല എന്ന്. അങ്ങനെ നമ്മൾ ബോധപൂർവ്വം അങ്ങനെ പിന്തിപ്പിക്കല്ല. അതിനൊരു ബാങ്കിൻ്റെയും അത്താഴത്തിൻ്റെയും ഇടയിൽ ഒരു ചെറിയ ഗ്യാപ്പ് വേണം. എന്നാൽ റയറായി നമ്മൾ എഴുന്നേറ്റപ്പോഴത്തേക്ക് 5 മിനിറ്റേ ഉള്ളൂ, 2 മിനിറ്റേ ഉള്ളൂ, അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെറിയ ഫ്രൂട്ട്സോ വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ ബാങ്ക് കേട്ടു, പ്രശ്നമാക്കണ്ട, നമുക്കത് തുടരാം. അതല്ലാതെ അത് ശീലമാക്കി അത്താഴത്തിൻ്റെ ടൈം 5:30 ബാങ്കാണെങ്കിൽ 5:31 അല്ലെ, എത്ര ബാങ്ക്? 5:35. അപ്പോൾ 5:32 എഴുന്നേറ്റിട്ട് അത്താഴം കഴിക്കുന്ന രീതി ഏതായാലും ശരിയായ രീതിയല്ല. ഇല്ല ഇല്ല, കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് ഇതാക്കുക. നമ്മൾ ബാങ്ക് കേട്ടതിന് ശേഷം പിന്നെ തുടങ്ങാനാണെങ്കിൽ പറ്റൂല. ശരിക്കുള്ള സമയം സുബഹിക്ക് നേരത്തെ അത് കുഴപ്പമാക്കണ്ട. കാരണം അത് അവര് നോമ്പിനേക്കാൾ ശ്രദ്ധിക്കേണ്ടത്. റമദാനിൽ നോമ്പിൻ്റെ ഒരു 5 മിനിറ്റ് നേരത്തെ നമ്മൾ മിക്കവാറും എല്ലാവരും 99.9% ആളുകളും അവരുടെ ബാങ്കിന് മുമ്പ് തീരും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അലാം പോലെ ഒരു ഉണർത്തലാണ്. അവിടെ ബാങ്ക് കേട്ടണം, ഈ 5 മിനിറ്റ് ഉണ്ട്, അപ്പോൾ നമ്മൾ നിർത്തും. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ എല്ലാ 365 ദിവസവും ഈ സൂക്ഷ്മതയുടെ പേരിൽ 5 മിനിറ്റ് അഡ്വാൻസ് ബാങ്ക് കൊടുക്കുകയാണെങ്കിൽ നമസ്കാരത്തിൻ്റെ ഷർത്തുകളിൽപ്പെട്ടതാണ് ദുഖൂലുൽ വഖ്ത്, സമയമാകുക എന്നുള്ളത്. ആ ബാങ്ക് കേട്ടിട്ട് ഏതെങ്കിലും യാത്ര പോകുന്ന ആളൊക്കെ സുബഹി നിസ്കരിച്ച് പോകണമെങ്കിൽ അയാളുടെ സുബഹി ശരിയാവും. സമയമാകുന്നതിന് മുമ്പേ ഫർദ് നിസ്കാരം നിർവഹിച്ചാൽ സുബഹിയുടെ മുമ്പ് 5 മിനിറ്റ് മുമ്പ് നേരത്തെ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവില്ല. നമ്മൾ നേരത്തെ റമദാനിലെ നോമ്പ് ശഅബാനിൽ പിടിച്ചാൽ ശരിയാവില്ല എന്ന് പറഞ്ഞതുപോലെ. പക്ഷെ അത് ശ്രദ്ധിക്കലില്ല പല ആളുകളും. ബാങ്ക് കേട്ടിട്ടാണ് ഞാൻ നിസ്കരിച്ചത്. അപ്പോൾ സൂക്ഷ്മതയുടെ പേരിൽ സമയം നേരത്തെയാക്കൽ സൂക്ഷ്മതയല്ല. ചിലപ്പോൾ സമൂഹ നോമ്പ് നമ്മൾ നമ്മുടെ ബന്ധുക്കളുടെയോ അല്ലെങ്കിൽ ഭാര്യ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ അവരൊക്കെ മറ്റേ ബാങ്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകൾ, നമുക്കറിയാം സമയമായിട്ട്. അപ്പോൾ നമ്മൾ തിന്നുമ്പോൾ ഇനി അതൊരു ഒച്ചയും ബഹളത്തിനൊക്കെ ഇതാണ്ട് നമ്മൾ പരസ്യമായിട്ട് ചെയ്യാതിരുന്നാൽ മതി. സമയമായിട്ടും നോമ്പ് തുറക്കാതിരിക്കൽ സൂക്ഷ്മതയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ സാല അന്നാസു ബിഖൈരിൻ, ആളുകൾ ഖൈറിലായിക്കൊണ്ടിരിക്കും നോമ്പ് തുറക്കാൻ ധൃതി കൂട്ടുകയും അത്താഴം കഴിക്കാൻ പിന്തിപ്പിക്കുകയും ചെയ്യുന്ന കാലത്തോളം. നേരെ ഓപ്പോസിറ്റാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞ ആളുകൾ സുന്നത്തില്ലാതെ ജമാഅത്തില്ലാതെ പോകും. അപ്പോൾ അത് നമ്മൾ നോക്കേണ്ടതില്ല. ബാങ്കിൻ്റെ സമയമായി കഴിഞ്ഞാൽ ബാങ്ക് കേട്ടില്ലെങ്കിലും ബാങ്ക് കൊടുത്തില്ലെങ്കിലും സമയമാകലാണ് ഇവിടുത്തെ പ്രധാനം. മുഅദ്ദിൻ മറന്നുപോയി, അല്ലെങ്കിൽ ടൈം അവിടെ കറണ്ടില്ല, ബാങ്ക് പുറത്തേക്ക് കേട്ടില്ല, ബാങ്കുകൾ കിട്ടിയെന്ന് പറഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. സമയമായി നമുക്ക് ഉറപ്പായി കഴിഞ്ഞാൽ നോമ്പ് തുറക്കാം. അവസാനിപ്പിക്കല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഇതുവരെ പറഞ്ഞതും കേട്ടതും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉപകരിക്കുന്ന നാഫിആയ ഇൽമാക്കുകയും പരലോകത്ത് ഉപകരിക്കുന്ന സ്വാലിഹായ അമലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ആദർശ സഹോദരങ്ങൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മെയും പടച്ച റബ്ബ് അവൻ്റെ വിശാലമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിനെ ഏറ്റവും നല്ല രീതിയിൽ സ്വീകരിക്കാനും ഉപയോഗപ്പെടുത്താനും ധാരാളം സൽക്കർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.
ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين آمين برحمتك يا أرحم الراحمين صلى الله على نبينا محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.